110 കിലോമീറ്ററെങ്കിലും കണ്ണൂരിൽ നിന്ന് ഇവിടേക്ക് യാത്ര ചെയ്യേണ്ടി വരുമെന്നറിഞ്ഞിട്ട് പോലും ഞാൻ ഇത്ര വലിയൊരു യാത്രക്ക് തയ്യാറായതിൻ്റെ ഉദ്ദേശം, എൻ്റെ ഒരു യാത്ര കൊണ്ട് ഈ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാരെ, യുവാക്കളെ, യുവതികളെ മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ കണ്ണൂർ ഹോസ്പിറ്റലിൽ ഇരുന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ പുണ്യം എനിക്ക് വഴിയിലൂടെ കിട്ടുമെന്ന് കരുതിയിട്ടാണ്. ഞാൻ സാധാരണ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഉച്ചയ്ക്ക് ശേഷമാണ്. ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ചാൽ വൈകിട്ട് 6 മണി, ചിലപ്പോൾ 7 മണി വരെയൊക്കെയാണ് എൻ്റെ ഡ്യൂട്ടി ടൈം. ഇന്ന് ഞാൻ ലീവിലാണ് ഇവിടെ പരിപാടിക്ക് വരാൻ. സാമ്പത്തികമായി എനിക്ക് നഷ്ടമാണ്. പക്ഷേ സാമ്പത്തികമായി എനിക്കിന്ന് നഷ്ടമാണ്. പക്ഷേ ഞാനിന്ന് പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ സ്വീകരിച്ച് ഈ നാട്ടിലെ 10 ചെറുപ്പക്കാരെങ്കിലും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയാൽ ഈ സമുദായത്തിന് വലിയൊരു സാമ്പത്തിക മേന്മ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ 16-20 ലക്ഷം രൂപ ഒരാൾ ചിലവഴിക്കേണ്ടി വന്നാൽ 4-5 കൊല്ലം കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും 10, 20, 30 പേര് കിഡ്നി മാറ്റി വെക്കേണ്ടി വരുമ്പോൾ അതിൽ ഈ വെണ്ണക്കോട് ദേശം ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ മാത്രം രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആവശ്യമുള്ള അളവിൽ നിങ്ങൾ വെള്ളം കുടിക്കാത്തത് കൊണ്ടും ആഴ്ചയിൽ 3-4 തവണയൊക്കെ കളറ് ചേർത്ത തണുപ്പിച്ച പാനീയങ്ങൾ കുടിക്കുന്നത് കൊണ്ടും തീരെ വ്യായാമമില്ലാതെ ജീവിക്കുന്നത് കൊണ്ടും ശ്വാസോച്ഛ്വാസം കഴിക്കുന്നത് വളരെ കുറവായതുകൊണ്ടും തെറ്റായ രീതിയിൽ മൂത്രമൊഴിക്കുന്നത് കൊണ്ടും മൂത്രമൊഴിക്കാൻ തോന്നിയാൽ ഒഴിക്കാതെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടും നിങ്ങളിൽ വ്യാപകമായ കിഡ്നി രോഗം വരുമെന്ന് ഞാൻ പറഞ്ഞാൽ 10 ചെറുപ്പക്കാർ രക്ഷപ്പെട്ടാൽ എനിക്കൊരു ദിവസം കിട്ടുന്ന വരുമാനത്തെക്കാൾ അത് മെച്ചമല്ലേ? അതുകൊണ്ടാണ് ഇത്രയും മണിക്കൂർ ഞാൻ ഓടാൻ തയ്യാറായത്. അല്ല, ഇത്ര ദൂരെ ഞാൻ പ്രസംഗിക്കാൻ വരില്ല. മുമ്പൊക്കെ വലിയ ആവേശമാണ് പ്രസംഗിക്കാൻ പോകാന്ന് പറഞ്ഞാൽ. കാരണം കുറേ ആൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കാൻ നമ്മൾ പറയാം. പക്ഷെ ഇപ്പോൾ തീരെ താല്പര്യമില്ലാത്തൊരു വിഷയമാണിത്. കാരണം ഒരു ഷോ പ്രോഗ്രാം മാത്രമാണ്. ആർക്കും റിസൾട്ട് ഇല്ലാത്തൊരു പരിപാടിയായി പ്രസംഗങ്ങളും ക്ലാസ്സുകളും മാറിയിട്ടുണ്ട്. പ്രസംഗകരുടെ പഞ്ഞം കൊണ്ടല്ലല്ലോ സമൂഹം ഇത്രമേൽ ശാരീരികമായി ഭയാനകമായ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ കുറേ ബിൽഡിംഗ് ഉണ്ടാവലാണോ, വാഹനം ഉണ്ടാവലാണോ? മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് വളരെ മനോഹരമായ കളറുകൾ ഉണ്ടാവലാണോ? ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം എന്താണ്? 25 വർഷം മുമ്പ് ഈ നാട്ടിൽ കിഡ്നി രോഗികൾ ഉണ്ടായിരുന്നോ? ഒരുപക്ഷെ ഉണ്ടാവാം. അന്ന് ചിലപ്പോൾ അത് കണ്ടെത്താനുള്ള സംവിധാനമൊക്കെ ഇല്ലാത്തതിൻ്റെ പേരിൽ നിന്നൊക്കെ ടെക്നോളജി സംബന്ധമായി വർത്തമാനം പറയുന്നവർക്ക് പറയാൻ പറ്റിയേക്കും. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഉറപ്പിച്ച് പറയാം, ഒരു 5-6 വർഷത്തിനിപ്പുറമാണ് കേരളത്തിൽ ഇത്ര വ്യാപകമായി കിഡ്നി രോഗികൾ ഉണ്ടായത്. ഇനി ഇതിനേക്കാൾ ഭീകരമാവും, ഇതിനേക്കാൾ ഭയാനകമാകും. ഓരോ മഹലിലും 5-10 ഡയാലിസ് മെഷീനുകൾ വാങ്ങി വെക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് വരും കാലം. ദൂരമൊന്നുമല്ല, 2-3 കൊല്ലം കഴിഞ്ഞാൽ 2-3 കൊല്ലം കഴിഞ്ഞാൽ വരാൻ പോകുന്നൊരു ചിത്രം അതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഇന്നത്തെ സമ്മേളനത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം ഇതായി മാറുന്നത്. ദിനംപ്രതി കോടിക്കണക്കിന് രൂപയാണ് വ്യത്യസ്ത സംഘടനകളിലുള്ളവർ രോഗം പിടികൂടിയ ആളുകളെ പരിചരിക്കാൻ വേണ്ടി ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ആതുര സേവനം കൊണ്ടും പിന്നീട് വിവാദമാക്കിക്കൊണ്ടും കേരളീയരും ഇന്ത്യക്കാരും വിദേശികളൊക്കെ പരിചയപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിൽ എത്ര കോടികളാണ് കിഡ്നി രോഗികളെ സംരക്ഷിക്കാനും ചികിത്സിക്കാനും സമാഹരിച്ചത്.
ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പരിചിതനായത്. വിദേശ രാജ്യത്തുള്ള നമ്മുടെ സഹോദരന്മാർ രൂപീകരിച്ച KMCC പോലത്തെ സംഘടനകൾ, മറ്റ് സംഘടനകൾ, കുവൈറ്റിലൊക്കെയുള്ള KKMA പോലത്തെ സംഘടനകൾ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ആതുര സേവന രംഗത്ത്, അതായത് മാരക രോഗം പിടികൂടിയവരെ പരിചരിക്കാൻ സർക്കാരുകളും സർക്കാരേതര സംഘടനകളും ഒക്കെ. പക്ഷേ ഇത്രമേൽ മാരകമായ രോഗങ്ങൾ വ്യാപകമാകുമ്പോഴും രോഗം പിടികൂടാതെ ആളുകൾ എന്തുകൊണ്ട് ഇത്രമാത്രം രോഗികൾ വളരുന്നു എന്ന അന്വേഷണമോ ചിന്തയോ പ്രതിരോധ മാർഗം സ്വീകരിക്കലോ ഇല്ല എന്നത് സങ്കടകരമാണ്. പല സ്ഥലങ്ങളിലും കേരളത്തിൽ ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്, വ്യാപകമായി കരൾ രോഗം, ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സിയും വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരെ. എല്ലാവരും ഭൗതിക ജീവിതത്തിലെ സൗഖ്യവും ക്ഷേമവും സന്തോഷവും അന്വേഷിക്കുമ്പോൾ വളരെ ദുരിതമയമാവുകയാണ്, വേദനാജനകമാവുകയാണ്, പ്രയാസകരമാവുകയാണ് നമ്മുടെ ജീവിതം. പഴയകാലത്തൊക്കെ നമ്മളൊരു തലവേദന പറയും, അല്ലെങ്കിൽ കാലുവേദന പറയും. ഹോസ്പിറ്റലിൽ നിരന്തരം ഇരിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിരന്തരമായി ഇപ്പോൾ അടുത്ത കാലത്ത് കേൾക്കേണ്ടി വരുന്നൊരു വിഷയം, തല മുതൽ കാലിൻ്റെ പാദഭാഗത്തിൻ്റെ താഴ്ഭാഗം വരെ എല്ലായിടത്തും വേദന. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, ഒരു മനുഷ്യൻ പറയണ എവിടെയാണ് വേദന എന്ന് എനിക്ക് വേർതിരിച്ച് പറയാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും വേദനയാണ്, എല്ലാ സ്ഥലത്തും വേദനയാണ്. എങ്ങനെ ഇയാൾ കിടന്നുറങ്ങും? എങ്ങനെയാണ് ഇയാൾ കിടന്നുറങ്ങുക? മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ജനങ്ങളോട് മജ്ലിസുന്നൂർ വ്യാപകമാക്കാൻ പറഞ്ഞു. മജ്ലിസുന്നൂർ വ്യാപകമാക്കാൻ പറഞ്ഞതിൻ്റെ പിന്നിലെ ഒരു പ്രധാന കാരണം മാരകമായ രോഗങ്ങൾ തന്നെയാണ്. നമ്മുടെ കൺവെട്ടത്തുള്ള സംവിധാനങ്ങൾക്ക് ഈ മാരകമായ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നത് വസ്തുതയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിഷ്ടം പോലെ മെഡിക്കൽ കോളേജ് ഉണ്ട്, അവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. മെഡിക്കൽ കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, ഹെൽത്ത് സെൻ്ററുകൾ ഒക്കെ ചെയ്യുന്ന സേവനങ്ങൾ വിലമതിക്കാൻ പറ്റാത്തതാണെങ്കിൽ പോലും മാരകമായ രോഗങ്ങളുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ, പിടിച്ചു നിർത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. ഇതൊരു നിസ്സാര കാര്യമായി നിങ്ങൾക്കാർക്കും തോന്നരുത്. ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാടിൻ്റെ അവസ്ഥ എന്താകുമെന്ന് അള്ളാഹുവിന് മാത്രമേ പറയാൻ പറ്റൂ. അത്ര ഭയാനകമാണ് രോഗങ്ങൾ. വ്യാപകമായി ചെറിയ കുട്ടികളിൽ കിഡ്നി ഫെയിലിയേഴ്സ് അത്ഭുതപ്പെട്ടുകൊണ്ട് ചെറിയ കുട്ടികൾ. ഈ അടുത്ത് 4 വയസ്സുള്ള ഒരു പൊന്നുമോൾ, 4 വയസ്സുള്ള ഒരു ചെറിയ മോളാണ്. ശരീരമാകെ ചീർത്ത്, ശരീരമാകെ വീർത്തിട്ടേ, നീര് കയറിയിട്ട് ആ മാതാപിതാക്കൾക്ക് ഡയാലിസിസ് തുടങ്ങാൻ പേടി. തുടങ്ങിയാൽ പിന്നെ എപ്പോഴും എൻ്റെ കുട്ടി ഇങ്ങനെ ആവുമല്ലോ, അത് മനസ്സിലാക്കണം. തുടങ്ങിയാൽ പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെ ആവുമല്ലോ എന്നതാ പേടി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ യൂറോപ്യൻ ക്ലോസറ്റിൽ, വളരെ ചെറുപ്രായത്തിൽ തന്നെ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ പഠിപ്പിക്കുന്ന മാതാപിതാക്കൾക്കറിയില്ല ചെറിയ കുഞ്ഞുമക്കൾക്ക് കിഡ്നി സംബന്ധമായ രോഗം വന്നാൽ അവരനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിൻ്റെ വലുപ്പം എന്താണെന്ന്. കുഞ്ഞുനാളിലെ യൂറോപ്യൻ ക്ലോസറ്റിൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരുത്തി പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കൾക്കറിയില്ല. മതിയായ അളവിൽ വെള്ളം കൊടുക്കാതെ, ഭക്ഷണത്തിൻ്റെ മെനുവിൽ മതിയായ അളവിൽ ഇലക്കറികൾ ഉൾപ്പെടുത്താതെ, പച്ചക്കറികൾ ഉൾപ്പെടുത്താതെ, എപ്പോഴും മാംസഭക്ഷണം, മത്സ്യഭക്ഷണം, ജങ്ക് ഫുഡുകൾ, ടിൻ ഫുഡുകൾ,
മാത്രം കഴിച്ച് ശീലിക്കുന്ന കുഞ്ഞുമക്കളിൽ വ്യാപകമായി വരുന്ന കിഡ്നി രോഗവും ക്യാൻസറും അതില്ലാത്ത മാതാപിതാക്കളുടെ കണ്ണ് തുറപ്പിക്കുന്നില്ല. ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്ന എന്നേക്കാൾ വളരെ അടുത്താണ് നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരാന്തയിൽ പോലും കിടക്കുന്ന രോഗികൾ ഉള്ളിൽ കിടക്കാൻ ബെഡില്ലാത്തതിൻ്റെ പേരിലാണ് എന്നും അത്രമേൽ രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്നും നാം പഠിച്ചെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ജീവിത നിലവാരമോ മാരകമായ രോഗങ്ങളെ ചെറുത്തു നിൽക്കാൻ മാത്രം പ്രാപ്തിയില്ലാത്തതാണെന്നും മനസ്സിലാക്കാൻ വിദ്യാസമ്പന്നരായ ആളുകളെങ്കിലും ദയവ് ചെയ്ത് തയ്യാറാവണം. വിദ്യാഭ്യാസപരമായ പുരോഗതി ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് കാരണമാവണ്ടേ? ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായ വളർച്ച എന്ന് പറയുന്നത് ആരോഗ്യകരമായ വളർച്ചയാണ്. അപ്പം നമ്മൾ നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ജീവിത നിലവാരമോ, രണ്ട് വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നാം നേടിയെടുത്ത വിദ്യാഭ്യാസപരമായ പുരോഗതിയോ ഒന്ന്, വിദ്യാഭ്യാസ പുരോഗതി ഒന്ന്, ജീവിത നിലവാരത്തിലെ പുരോഗതി രണ്ട്. എന്ന് വെച്ചാൽ നല്ല വീട് നോക്കൂ നിങ്ങൾ, എന്ത് രസമാണ് നമ്മുടെയൊക്കെ വീടുകൾ. പഴയകാലത്തെ മണ്ണ് തേച്ച നിലമാണോ, ടൈല് അല്ലെങ്കിൽ അല്ലേ മാർബിൾ? എന്ത് രസമാണ് നമ്മുടെ വീടുകൾ, എത്ര കളർഫുള്ളാണ്, എത്ര വില കൂടിയ കളറുകളാണ് നമ്മൾ വീടിൻ്റെ ചുമരിൽ പൂശണത്. എന്നിട്ടും എൻ്റെ ചോദ്യം ഇതാണ്, എന്നിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് ജലീൽ ദാരിമി പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് ഇതിനെ നിഷേധിക്കാൻ പറ്റും? പ്രതിവർഷം 3 കോടിയിലധികം ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ രോഗം വരുന്നു. പ്രതിവർഷമാണിത്. 3 കോടിയിൽ പരം ആളുകൾക്ക് ശ്വാസകോശ രോഗം. ഇത് ചെറിയ കണക്കല്ലല്ലോ. 2 കോടിയിലധികം ആളുകളാണ് പ്രതിവർഷം ക്യാൻസർ രോഗത്തിന് അടിമകളാകുന്നത്. 2 കോടിയിൽ പരം ആളുകൾ. എത്ര ഭീകരമായ അവസ്ഥയാണ് ക്യാൻസർ. ജീവിതത്തിൻ്റെ സർവ്വരസങ്ങളെയും മുറിച്ചു കളയുന്ന മാരകമായ രോഗം, മരണം രോഗി കൊതിക്കുന്ന രോഗം, മോർഫിൻ പോലത്തെ മാരകമായ ഗുളികകൾ കഴിച്ച് വേദനകൾ അറിയാതിരിക്കാൻ, ശരീരത്തിന് പിടികൂടിയ ഭയാനകമായ വേദന അറിയാതിരിക്കാൻ മോർഫിൻ പോലത്തെ അതിമാരക സ്വഭാവമുള്ള മരുന്ന് കഴിച്ച് വയറും നാവും പൊള്ളിപ്പോവുന്ന, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ നൂഡിൽസ് വേവിച്ചു കൊടുക്കുമ്പോൾ ഈ ഉമ്മമാർക്ക് അറിയില്ല മക്കളെ മാരകമായ ക്യാൻസറിലേക്കാണ് ഇല്ലേ. നൂഡിൽസ് ആഴ്ചയിൽ 2, 3, 4 തവണയ്ക്ക് രുചികരമായ നൂഡിൽസ്, മാഗി. ഈ ഉമ്മമാർക്കറിയില്ല കുഞ്ഞുങ്ങളെ ഉദര സംബന്ധമായ മാരകമായ ക്യാൻസറിലേക്കാണ് ഞാൻ എൻ്റെ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നത് എന്ന് ഉമ്മമാർക്കറിയില്ല. അപ്പൊ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ചെറിയൊരു ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ട്. അപ്പം എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കുക, എല്ലാവരും നന്നായി സഹായിക്കുക നിങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുമെങ്കിൽ പലപ്പോഴും കാലങ്ങളായി ചികിത്സിക്കുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി കൂടി ഞാൻ ഇതിൻ്റെ അവസാനം പറയും. ഏറ്റവും അവസാനം അത് പറയും. നിങ്ങളെ പിടികൂടിയ രോഗം എത്ര മാരകമാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഖുർആൻ മുന്നോട്ട് വെക്കുന്നൊരു എളുപ്പ വഴിയുണ്ട്. അത് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിൽ പറയും. അപ്പം അത്രയും വിശേഷപ്പെട്ട ഇൽമ കിട്ടുന്നൊരു സദസ്സാണ് നമ്മുടെ സംഘടന വെച്ചൊരു പരിപാടി എന്ന നിലക്ക് നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധി സഹായിക്കാം. അള്ളാഹു എല്ലാ നന്മകളും നമ്മളിൽ വിജയിപ്പിക്കട്ടെ.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളെ, ചെറിയ കുഞ്ഞുമക്കൾ, അവർ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അവർ മാരകമായ രോഗത്തിലേക്ക് പോവാണ്. അപ്പോൾ മാരകമായ രോഗങ്ങൾ ഒരു ഭാഗത്ത്, ചികിത്സയോ അതിനേക്കാൾ രസകരം, ഭീകരം എന്നൊക്കെ പറയേണ്ടി വരും. ചികിത്സിക്കാന്നല്ലാതെ സൂക്കേട് മാറിയ അനുഭവമുള്ള ആരെങ്കിലും ശ്വാസത്തിലിരിക്കുന്നുണ്ടോ? നിങ്ങൾ പറയും. ചികിത്സിക്കുക, അതിങ്ങനെ തുടരുക എന്നല്ലാതെ രോഗം മാറിയ ഒരാളുണ്ടോ കൂട്ടത്തിൽ? എൻ്റെ പനി മാറിയും, പനി രോഗമാണോ? നിങ്ങൾ പറയും പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ സദസ്സിൻ്റെ പ്രസക്തി എന്താണ് എന്നറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. 10 കൊല്ലമായി മരുന്ന് കുടിക്കുന്ന ആളുകൾ ഈ സദസ്സിലില്ലേ? ഡോക്ടറുടെ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു എന്നല്ലാതെ ഈ രോഗം പിടിച്ച മനുഷ്യൻ്റെ ശാരീരിക പ്രശ്നം പരിഹരിച്ചോ എന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ടോ? 20 കൊല്ലമായി മരുന്ന് കുടിക്കുന്ന ആളുണ്ടാവൂലേ കൂട്ടത്തിൽ? ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കാം. കുടിക്കാൻ തുടങ്ങുമ്പോൾ 1 ഗുളികയോ 2 ഗുളികയോ അല്ല, ഇപ്പം എത്രയായി? 4, 5? പുരോഗതി ഉണ്ടല്ലേ, മാറ്റമുണ്ട്. നിങ്ങൾ പറയും പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒന്നായിരുന്നില്ലേ രോഗം മിക്ക ആളുകൾക്കും? പിന്നെ പറഞ്ഞ് നിങ്ങൾക്ക് മറ്റേ സൂക്കേടും കൂടിയുണ്ട്, അതും കൂടി കഴിച്ചോളിയെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് കൊളസ്ട്രോളിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്, അതും കൂടി ഒരു മരുന്ന് കുടിച്ചോ. പിന്നെ ഇടയ്ക്കൊരു വർത്താനം, ഷുഗർ വരാൻ നിങ്ങൾക്ക് സാധ്യത ഉണ്ടാവുകൊണ്ട് ഇപ്പോഴേ മരുന്ന് കുടിച്ചോന്ന്. രസകരമായ സംഭവം. അത് കേട്ട് നിങ്ങൾ എന്നിട്ട് വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന് പറയുകയും ചെയ്യും, നിങ്ങളിതൊക്കെ വാങ്ങി കുടിക്കുകയും ചെയ്യും. വളരെ രസകരമായ ഈ രോഗികൾ വരുമ്പോൾ കുറേ പേപ്പേഴ്സുമായിട്ടാണ് വരിക. അപ്പോൾ എനിക്കിങ്ങനെ ക്ലാസ് എടുത്ത് തരും വന്നിട്ട്, ഇതിൻ്റെ മരുന്നാണ്, ഇതിൻ്റെ മരുന്നാണ്. അപ്പോൾ ഇത് ഷുഗറിൻ്റെതാണ്. ഷുഗർ ഉണ്ടോ? ഇല്ല, അത് വരാൻ ചാൻസ് ഉണ്ട്. മുമ്പൊക്കെ ഇന്ത്യയിൽ മന്ത്രിമാർ മുൻകൂർ ജാമ്യം എടുക്കലുണ്ട്, എന്തായാലും പിടിക്കുന്ന ഉറപ്പാണ്. മുൻകൂർ ജാമ്യം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങളൊന്നും കേൾക്കാത്തവർ എന്നെ ഇങ്ങനെ നോക്കാനുള്ള കുറച്ചോനെ, എൻ്റെ വർത്താനം തിരിയായിട്ടാ. മുൻകൂർ ജാമ്യം എന്നൊന്നും കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇന്ന സൂക്കേട് വരാൻ പോവാണ്, അതുകൊണ്ട് ഇപ്പോഴേ കഴിച്ചോളി മരുന്ന്. അത് ആ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഏത്? നിങ്ങൾക്ക് ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഇന്ന രോഗം വരും എന്ന് പറഞ്ഞു കണ്ട് മരുന്ന് കഴിപ്പിക്കുക. പിന്നെ നിങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസം എന്ത് പുരോഗതിയാണ് നിങ്ങൾക്ക് തന്നത്? ഇതൊക്കെ വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമല്ലേ? ഇസ്ലാം ശരിയായ വായനക്ക് വിധേയമാക്കപ്പെടാത്തത് കൊണ്ടല്ലേ ഈ ഒരു അബദ്ധം പറ്റിയത്? പ്രതിരോധം ആവശ്യമാണ്. പ്രതിരോധത്തിന് മരുന്നിൻ്റെ ആവശ്യമില്ല. പ്രതിരോധം ആവശ്യമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കലാണ്. അതുകൊണ്ടാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത്. പ്രതിരോധം വആഫിനാ ഫീമൻ ആഫൈത്, അതാണ് പ്രതിരോധം. ഇന്നാ നസ്അലുകൽ അഫ്വ വൽ ആഫിയ, പ്രതിരോധമാണ്. ഇസ്ലാം മനുഷ്യ ജീവിതത്തിനുമേൽ വ്യതിരിക്തമായ, വളരെ വ്യതിരിക്തമായ, മനോഹരമായ രാജപാത വെട്ടിത്തെളിച്ച മതമാണ്. അപ്പം രോഗം വരാൻ സാധ്യതയുണ്ട്, ശരീരത്തിൽ രോഗം വരാൻ സാധ്യതയുണ്ട്, ആഫിയത്ത് കുറയാൻ സാധ്യതയുണ്ട്. അത് കുറയാതിരിക്കാൻ പ്രാർത്ഥന വേണം. ഇസ്ലാമിൻ്റെ അധ്യാപനം അങ്ങനെയാണ്. പക്ഷേ പഠിച്ച് വിവരമില്ല ചില ആളുകൾ പറഞ്ഞു സൂക്കേട് വരാതിരിക്കാനും മരുന്ന്, വന്നാലും മരുന്ന്, വരാൻ പോകുന്നു എന്ന പേടിയിലും മരുന്ന്. എന്നിട്ടോ മരുന്ന് കുടിച്ചതിൻ്റെ പേരിൽ പുതിയ രോഗം വന്ന് എന്നിട്ട് വീണ്ടും മരുന്ന്. സാധാരണക്കാരായ ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല, അറിയില്ല. ചില ആളുകൾക്ക് മരുന്നിൻ്റെ എണ്ണം കുറഞ്ഞ ബേജാറാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. മരുന്നിൻ്റെ എണ്ണം കുറഞ്ഞ ബേജാറുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ. ഡോക്ടറെ അടുത്ത് പോയിട്ട് മൂപ്പര് സൂക്കേടില്ല എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകൾക്കൊന്നും തൃപ്തിയാവില്ല. അയാൾക്കെന്തോ തിരിവാട് കുറവാന്നാ പറയാ. ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാണത്. തിരിവാട് കുറവ് എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് എന്തോ തിരിഞ്ഞിട്ടില്ല,
അതുകൊണ്ട് കുറച്ച് വലിയ ഡോക്ടറെ കാണിക്കാൻ. ഇത് പഴയ സീനിയർ MBBS ആയിരിക്കും. പഴയ സീനിയർ MBBS എന്നൊക്കെ പറഞ്ഞാൽ മഹാസംഭവങ്ങളാണ്, വലിയ കഴിവുള്ളവർ. ഇപ്പോൾ കോഴിക്കോട് CK രാമേന്ദ്രൻ സാർ, CKR എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, CK രാമേന്ദ്രൻ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളൊക്കെ വളരെ ആദരിക്കുന്ന ഞാൻ CK രാമേന്ദ്രൻ സാറെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തെ അറിയാനും പഠിക്കാനും, വൈദ്യശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണാൻ ഞാൻ പോയിട്ടുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് മികച്ച ആളുകളായത്. പ്രവാചക വൈദ്യത്തിൻ്റെ പ്രസക്തി എന്ന പേരിൽ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി എന്നൊരു ഒരു ലഘു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ. ഡോക്ടർ CK രാമചന്ദ്രൻ എഴുതിയൊരു ലഘു കുറിപ്പുണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി. ആരോഗ്യ വിഷയത്തിൽ പ്രവാചക വൈദ്യ അധ്യാപനങ്ങളുടെ പ്രസക്തി എന്നാണ് അദ്ദേഹം എഴുതി വെച്ച കുറിപ്പിൻ്റെ പേര്. ഞാൻ ആദരവോടെ എൻ്റെ കൺസൾട്ടിംഗ് റൂമിൻ്റെ മേശപ്പുറത്ത് അത് വെക്കാറുണ്ട്. ഇങ്ങനെ വളരെ കഴിവുള്ള പഴയകാലത്തെ ഡോക്ടേഴ്സും ഉണ്ട്, മനസ്സിലാക്കണം. അവരൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മരുന്നെഴുതൂ. ഇപ്പം എൻ്റെ കണ്ണൂർ രൈരു ഗോപാൽ എന്ന് പറയുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആകെക്കൂടി ആശുപത്രി പോയി വരുമ്പോഴത്തേക്ക് 30-40 രൂപയാണ് രോഗിക്ക് ചെലവ്, മനസ്സിലാക്കണം. 10 രൂപ ഫീസും ഒരു 10-20 രൂപയുടെ മരുന്നും. ഇന്ന് ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ 100 രൂപ കൊടുക്കണം. ഡോക്ടറുടെ മുഖങ്ങാണെങ്കിൽ 300 രൂപ. അവിടെ ടോക്കൺ എടുത്ത വക ആശുപത്രിക്ക് 50 രൂപ വേറി, 450 രൂപ. നിങ്ങളുടെ നാട്ടിലെ കഥയല്ല, ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ചില സ്ഥലത്തുള്ള കഥ പറഞ്ഞതാണ്. ആകെ കൂടി 450 രൂപ ആദ്യം തന്നെ വാങ്ങി വെച്ചു. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നിട്ട് വല്ല മാറ്റമുണ്ടോ, വല്ല ഗുണമുണ്ടോ? 15 കൊല്ലം വേണമെങ്കിൽ ഈ 450 അയാൾ വാങ്ങും. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, വല്ല മാറ്റമുണ്ടോന്ന്. പ്രൊഫസർ ജെയിംസ് എന്ന പേരുള്ള വലിയ പ്രഗത്ഭനായ ഒരു വൈദ്യശാസ്ത്ര പണ്ഡിതനുണ്ടായിരുന്നു, പ്രൊഫസർ ജെയിംസ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഓർമ്മിച്ചുവാണ്. ഞാൻ അധിക സദസ്സിൽ പറയുന്ന കാര്യം തന്നെ എവിടെയും പറയണത്. എനിക്ക് വിഷയം മാറ്റി തരാത്തതുകൊണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും ഒരേ പ്രസംഗം തന്നെയാണ് പറയുന്നത്. വേറെന്തെങ്കിലും വിഷയം പറയണ്ടേ? നിങ്ങൾ ഒരു ഡോക്ടറെ 5 വർഷം തുടർച്ചയായി ഒരു ഡോക്ടറെ തന്നെ നിങ്ങൾ കാണാൻ പോയാൽ, ഒരു രോഗത്തിന്, നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്യേണ്ട പോയിന്റാണ് ഇത്, ഒരു രോഗത്തിന് നിങ്ങൾ ഒരു ഡോക്ടറെ തന്നെ കാണാൻ 5 വർഷം പോയാൽ ആ ഡോക്ടർ നിങ്ങൾക്ക് 20 രോഗം തരും. വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ആ ഡോക്ടർ നിങ്ങൾക്ക് എത്ര രോഗം തരും? 20 രോഗം തരും. ഇനി എണ്ണിക്കോ, തല മുതൽ കാല് വരെയുള്ള രോഗം എണ്ണിക്കോ. നിങ്ങൾ കാണാൻ പോയ കൊല്ലം എണ്ണിക്കോ. ഇതൊരു സാധാരണക്കാരൻ പറഞ്ഞ വാക്കല്ല, ഒരു പത്രപ്രവർത്തകൻ പറഞ്ഞ വാക്കല്ല. ചിലപ്പോഴൊക്കെ നമ്മളെ ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർ നിരന്തരം അന്വേഷണം നടത്തിയിട്ടൊക്കെ ചില ലേഖന കുറിപ്പുകളൊക്കെ എഴുതി. ഇതങ്ങനെയല്ല. കൃത്യമായി മരുന്നുകളെക്കുറിച്ച് നല്ല അറിവുള്ള, മെഡിസിനെ കുറിച്ച് നല്ല അറിവുള്ള, കെമിക്കൽ കോമ്പൗണ്ട്സുകളെ കുറിച്ച് നല്ല അറിവുള്ള ഒരു പ്രഗത്ഭനായ പണ്ഡിതൻ എഴുതി വെച്ചതാണിത്. അതാ ഞാൻ പറഞ്ഞത്, രോഗത്തേക്കാൾ മരുന്നുകളെ ഭയപ്പെടേണ്ട ഒരു കാലമാണിത്. രോഗത്തേക്കാൾ മരുന്നുകളെ ഭയപ്പെടണം. എറണാകുളം ജില്ലയിൽ, ആലപ്പുഴയിൽ, കൊല്ലം ജില്ലയിലൊക്കെ പനി പിടിച്ച് വ്യാപകമായി ആളുകൾ മരിക്കുന്ന ഒരു ഭീകരമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അന്നെൻ്റെ കണ്ണൂരുകാരിയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള ഒരു ടീച്ചറായിരുന്നു ആ പാവം സ്ത്രീ ഒരുപാട് ചീത്ത കേട്ടു പനി പിടിച്ച ആൾ മരിച്ചതിൻ്റെ പേരിൽ. അവസാനം ആരോഗ്യരംഗത്തെ വിദഗ്ധന്മാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു ഞെട്ടിക്കുന്ന വാർത്തയുണ്ട്. എന്താണിത്? അമിതമായി ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചത് കാരണം ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നഷ്ടപ്പെടുകയും അമിതമായി വേദനാസംഹാരികൾ കഴിച്ചത് കാരണം ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം താറുമാറായതിൻ്റെ കാരണം ഇവർക്ക് മരുന്ന് എഫക്റ്റ് ചെയ്യുന്നില്ല. അത് കാരണമാണ് പനി പിടിച്ച ആളുകൾ വ്യാപകമായി മരിക്കേണ്ടി വന്നത്. പനി പിടിച്ച ആളുകൾ മരിക്കുക. പനി പറയുമ്പോഴേക്കും കേരളക്കാർ പേടിക്കുന്നു. പുതിയ വാർത്ത അങ്ങനെയല്ലേ? അല്ല എന്ന് പറയാൻ ഒക്കുമോ? പനി പറയുമ്പോഴേക്കും നമ്മൾ പേടിക്കുന്നു അല്ലേ? പനി പിടിച്ച് കിടപ്പിലായ ആളുകളെ കാണാൻ പോവാതിരുന്നില്ലേ നമ്മളൊക്കെ പേടിച്ചിട്ട്? ഇല്ലേ? പനി പിടിച്ച ആളുകളെ കാണാൻ പോവാതിരുന്നില്ലേ?
നമുക്കന്ന് ഓർമ്മ വന്നോ? പനി പകരില്ല, ലാ അദുവ വലാ തീറത്ത എന്ന ഹദീസ് നമുക്ക് ഓർമ്മ വന്നില്ലല്ലോ. രോഗം പകരില്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചത് നമ്മുടെ ഓർമ്മയിൽ വന്നില്ല. രോഗത്തിന് പകരാനുള്ള കഴിവില്ല. രോഗം ഇറങ്ങും, ഒരു സമൂഹത്തിലേക്ക് രോഗം ഇറങ്ങും. ആ സമയത്ത് പ്രതിരോധശേഷിയില്ലാതെ നിൽക്കുന്ന ശരീരത്തിലൊക്കെയും ആ രോഗം ഇറങ്ങും, രോഗാണു ഇറങ്ങും. രോഗമുണ്ടാക്കുന്ന ഘടക വസ്തു, വൈറസ് എന്താണോ അതിറങ്ങും. അതിനെ പ്രതിരോധിക്കാനുള്ള ക്ഷമത ആ സമയത്തുള്ള ശരീരത്തിലൊന്നും ഈ രോഗാണുവിന്, ഇപ്പോൾ രോഗം വന്ന് എന്തു പനിയാണ് നിങ്ങളുടെ ഈ ഭാഗത്ത്? നിപ്പ വന്ന് മരിച്ച വീട്ടിലെ മരിക്കാത്ത ആളിപ്പോഴും ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? നിങ്ങളതൊന്നും അന്നേരം ചിന്തിക്കൂല. അന്ന് മീഡിയയിൽ വളരെ വിരളി പിടിച്ച് ശരീരമാസകലം ബാൻഡേജ് ചെയ്ത് പറയുന്ന ആളുകളുടെ വാക്ക് മാത്രമേ അപ്പം നിങ്ങളുടെ ഓർമ്മയിൽ വരൂ. മനസ്സിലാക്കണം. ശ്രദ്ധ നല്ലതാണ്, സൂക്ഷ്മത നല്ലതാണ്, വൃത്തി നല്ലതാണ്, ഒക്കെ നല്ലതാണ്. പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിച്ച് അതിൻ്റെ പേരിൽ പേടിച്ച് ജീവിക്കുന്നതിലൊന്നും കഥയില്ല. മനസ്സിലാക്കണം. ഞങ്ങൾ രേഖാമൂലം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ആരോഗ്യ വകുപ്പിലും ഈ വിഷയത്തിൽ കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിലെ ശേഷി, രാത്രികാലങ്ങളിൽ പാത്രം തുറന്നു വെക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ പിന്നിലെ രഹസ്യം സ്ത്രീകൾ പഠിക്കണം. രാത്രികാലങ്ങളിൽ പാത്രം കമിഴ്ത്തി വെക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കിനെയും രാത്രികാലങ്ങളിൽ എല്ലാ വർഷത്തിലും ഒരു രാത്രി ആകാശമേലാപ്പിൽ നിന്നും ചില പ്രത്യേക രോഗം ഇറങ്ങും. അത് ഏത് നാട്ടിലാണെന്ന് പറയാൻ പറ്റില്ല. ഒരു തവണ അത് കൊച്ചിയിലായിരിക്കും, മറ്റൊരു തവണ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലായിരിക്കും, പിന്നൊരു തവണ വയനാട്ടിലായിരിക്കും, പിന്നൊരു തവണ കണ്ണൂരായിരിക്കും. എവിടെയാണെന്ന് പറയാൻ പറ്റൂല. രോഗമിറങ്ങുന്നൊരു രാവുണ്ട് വർഷത്തിലൊരു രാത്രി. അത് ഏത് രാത്രിയിലും ആവാം. അതുകൊണ്ട് തന്നെ സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നമ്മൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹ്ഫദ്നാ ഫീ ളുലുമത്തിൽ ലൈൽ, അല്ലാഹുമ്മ ഹ്ഫദ്നാ ഫീ ളുലുമത്തിൽ ലൈൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇരുട്ട് വ്യാപിച്ചാൽ ആകാശമേലാപ്പിൽ നിന്നും ഇറങ്ങി വരാൻ സാധ്യതയുള്ള ചില വിപത്തുകളെ തൊട്ട് കാവലിനെ ചോദിക്കണം വിശ്വാസി. അപ്പൊ രോഗം വരാതിരിക്കാൻ പ്രാർത്ഥന, രോഗം വരാതിരിക്കാൻ ഭക്ഷണം, രോഗം വരാതിരിക്കാൻ വ്യായാമം, രോഗം വരാതിരിക്കാൻ വിശ്രമം, രോഗം വരാതിരിക്കാൻ വസ്ത്രം, രോഗം വരാതിരിക്കാൻ വെള്ളം, രോഗം വരാതിരിക്കാൻ പാല്, രോഗം വരാതിരിക്കാൻ പഴം. ഇതൊക്കെയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ വലിയ അധ്യാപനങ്ങൾ. ഈ കാലത്ത് ഇതിനൊക്കെ വലിയ പ്രസക്തിയുണ്ട് എന്നെൻ്റെ സഹോദരന്മാർ മനസ്സിലാക്കണം. എന്തുകൊണ്ട്? ഒന്ന്, മാരകമായ രോഗങ്ങൾ വ്യാപിക്കുന്നു, ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണ്? രോഗത്തിൻ്റെ പേരിലുള്ള ചികിത്സകൾ വിജയിക്കുന്നില്ല. ഇത് ഡോക്ടേഴ്സിൻ്റെ കുറവൊന്നുമല്ല കേട്ടോ. ഞാൻ ഏതെങ്കിലും ശാസ്ത്രശാഖയിലെ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്. ചികിത്സകൾ വിജയിച്ചതായിട്ട് നമ്മുടെ ആരുടെയും അനുഭവത്തിലില്ല. ഉള്ളവർ പറയട്ടെ, പ്രമേഹ രോഗം വന്നിട്ട് എനിക്ക് മാറിയിട്ടുണ്ട് പറയട്ടെ. ഞാൻ ഒരു 4-5 മാസം മരുന്ന് കഴിച്ചപ്പോഴേക്കും എനിക്ക് പ്രമേഹം ഇല്ലാണ്ടായി എന്നാൽ അങ്ങനെ പറയട്ടെ. ഞാൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ചികിത്സിച്ചു, ഇപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയും. നിങ്ങൾ പറയും. കാൽമുട്ടിന് തേയ്മാനം വന്നു, അല്ലെങ്കിൽ മുട്ട് മടക്കാൻ പറ്റാണ്ടായി, അങ്ങനെ ഒരു 5-6 മാസം മരുന്ന് കുടിച്ചു, ഇപ്പം നല്ല റാഹത്താണ്, ഇപ്പം മരുന്ന് കുടിക്കണില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? തലവേദന തുടങ്ങിയിട്ട് കൊല്ലത്രേ. ചില ആളുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ തലവേദന തുടങ്ങിയിട്ട് കൊല്ലത്രേ. 30 വർഷം പഴക്കമുള്ള തലവേദന. സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമൂല്യ ഔഷധ ഗുണമുണ്ട് എന്ന് പഠിപ്പിച്ച ചില വസ്തുക്കൾ ഉപയോഗിച്ച്
2 മാസം കൊണ്ടൊക്കെ ഷിഫയായിട്ട് ആളുകൾ പോകുമ്പോൾ അവരിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ പിന്നെ 30 കൊല്ലം എന്തിനാ തലവേദന എടുത്തുകയാണ്. ഇതാണ് റസൂലുള്ളാഹിൻ്റെ സയൻസും മനുഷ്യന്മാരുടെ സയൻസ്, സാധാ മനുഷ്യന്മാരുടെ സയൻസും വഹി കിട്ടിയ മനുഷ്യൻ്റെ സയൻസും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് ലോകത്ത് 3 തരം സയൻസ് ഉണ്ട്. ഒന്ന് വഹി കിട്ടിയ സയൻസ്, ഒന്ന് ഊഹത്തിൻ്റെ സയൻസ്, ഊഹം. യൂറോപ്യൻ സയൻസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, യൂറോസെൻട്രിക് സയൻസ്. മറ്റൊന്ന് മിത്തുകൾ, സങ്കല്പങ്ങളിൽ നിന്നുണ്ടായ സയൻസ്, ചില കഥകളിൽ നിന്ന്, ഐതിഹ്യങ്ങളിൽ നിന്നുണ്ടായ സയൻസ്. ലോകത്തിൻ്റെ വ്യാപകമായ 3 സയൻസുകൾ. ഒന്ന് വഹീനാൽ രൂപപ്പെട്ട സയൻസാണ്. മാരകമായ രോഗങ്ങൾ വ്യാപിക്കുന്ന കാലഘട്ടത്തിൽ, ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ടും രോഗം ഭേദമാവാത്ത കാലഘട്ടത്തിൽ, വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹി പ്രകാരമല്ലാതെ സംസാരിച്ചിട്ടില്ലാത്ത, വഹീൻ്റെ സംസാരത്തിൻ്റെ മാനദണ്ഡം വഹി. സമൂഹത്തോട് വല്ല കാര്യവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹി പ്രകാരം. നമ്മുടെ ഒരു നിർഭാഗ്യം, ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലരുടെയും നിർഭാഗ്യം എന്ന് പറയുന്നത് വഹീനാൽ രൂപപ്പെട്ട സയൻസ് അനുഭവിക്കാൻ നിങ്ങളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല എന്ന ദുർഭാഗ്യമാണ്. അപ്പോൾ വഹീനാലുണ്ടായ സയൻസ്, ആ സയൻസിൻ്റെ ധൈര്യത്തിലാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്താ പറഞ്ഞ വാക്കെന്താണ്? മാ അൻസലല്ലാഹു ദാഅൻ, അല്ലാഹു മനുഷ്യന് മേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. മാ അൻസലല്ലാഹു ദാഅൻ, മനുഷ്യന് മേൽ അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. ഇല്ലാ അൻസല ലഹു ശിഫാ, ഇല്ലാ അൻസല ലഹു ശിഫാ, ആ രോഗത്തിൻ്റെ ശിഫയെ ഇറക്കിയിട്ടല്ലാതെ. അപ്പൊ there is not incurable disease. എൻ്റെ അർത്ഥം എങ്ങനെയാണ്? വിട്ടുമാറാത്ത രോഗമില്ല, ശിഫയില്ലാത്ത രോഗമില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ. നിങ്ങൾ ഏത് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്? തൗഹീദ് പറയുമ്പോൾ തന്നെ ശിർക്ക് കലർന്ന വർത്തമാനം പറയാൻ, തൗഹീദിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ തന്നെ ജൂതയിസത്തിൻ്റെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില ഇസത്തിൻ്റെയും ചേരുവ ചേർത്ത വർത്തമാനം പറയാൻ ഈമാന്റെ അഹ്ലുകാർക്ക് എങ്ങനെയാണ് കഴിഞ്ഞത്? അതുകൊണ്ടല്ലേ നിങ്ങളെ ഈ ചില പ്രയോഗങ്ങൾ നടത്തിയത്. മാറാരോഗം അങ്ങനൊന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളുണ്ടെങ്കിൽ പറയും, ഉണ്ടെന്ന് പറയും. മാറാരോഗം എന്നൊന്നുണ്ടോ? ഹദീസു ഷരീഫ് സിഹാഹു സിത്ത പരിശോധിച്ചാൽ, ഇമാമുകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയില്ല. നാട്ടുവർത്തമാനങ്ങളിൽ നിന്ന്, മനുഷ്യനെ ദൈവമായി കണ്ട ചില ആളുകളുടെ വർത്തമാനങ്ങളിൽ നിന്ന്, കെട്ടുകഥകളിൽ നിന്ന്, സയൻസ് ഉണ്ടാക്കിയവരുടെ വർത്തമാനങ്ങളിൽ നിന്ന്, അവിടെയാണ് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അള്ളാഹുവിൽ നിന്നുള്ള വഹി പ്രകാരമല്ലാത്ത സംസാരിക്കാതെ ദൂതൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വർത്തമാനം മാറാത്ത രോഗമില്ലെന്ന്. നിങ്ങൾ പറയുന്നു മാറാ രോഗം എന്ന്. നിങ്ങൾ ആരുടെ ആളാണ്? നിങ്ങൾ ആരുടെ ആളാണെന്ന് എൻ്റെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളാണോ? സുന്നി യുവജന സംഘം ഒരു ആദർശത്തെ, സംഘടനക്ക് പേര് വെച്ച ഒരു സംഘമാണ് സുന്നത്ത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇത്തിബാഉ സുന്നക്കെതിരാകുമ്പോൾ വരുന്ന രോഗം എന്നാണ് അർത്ഥം. ജീവിതശൈലി രോഗമാണല്ലോ പുതിയ കാലത്തെ രോഗം.
ജീവിതശൈലി രോഗം എന്നാണ് പുതിയ കാലത്തെ രോഗങ്ങളെ വ്യാപകമായി വിളിക്കുന്നത്. ജീവിതശൈലി രോഗം എന്ന് മലയാളത്തിൽ പറയുന്നത് എന്തിനെയാണ്? ഇത്തിബാഉ സുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ഒരാൾ ഉപേക്ഷിച്ചാൽ അയാൾക്ക് വരുന്ന രോഗങ്ങൾ എന്താണ് അർത്ഥം? അപ്പൊ രോഗം വരാത്ത ജീവിതശൈലി ഏതാണ്? സുന്നത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി. ഇത് ആരുടെ മുമ്പിലാണ് നമുക്ക് പറയാൻ പറ്റാത്തത്? CK രാമേന്ദ്രൻ സാർ എന്ന ഹൈന്ദവ സഹോദരൻ, ആയുർവേദത്തിൽ അപാര പാണ്ഡിത്യമുള്ള വലിയ വിശ്വഗരൻ, അലോപ്പതിയിൽ അങ്ങേയറ്റത്തെ പാണ്ഡിത്യമുള്ളയാൾ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലെ മഹാവിശ്വഗരൻ, ആയിരക്കണക്കിന് ഡോക്ടർമാരുടെ ഗുരുവര്യൻ, അദ്ദേഹം കോഴിക്കോട് അങ്ങാടി പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി വരും കാലം രോഗമില്ലാതാവണമെങ്കിൽ ഖുർആനിക വൈദ്യശാസ്ത്രം ഉയർന്നു വരണം. ഇത് ഖുർആന്റെ അഹ്ലുകാർ പറയൂല. അതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലും നിങ്ങളുടെ എന്താ പറയാ പേരുകൾ വ്യാപകമാണ്. രജിസ്ട്രേഷൻ ബുക്കുകൾ പരിശോധിച്ചാൽ പേരുകൾ വ്യാപകമാണ്. എഡ്വേർഡ് ജി ബോൺ എന്ന ക്രിസ്തീയ സഹോദരൻ എഴുതിയ പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിക് മെഡിസിൻ എന്നാണ്. ഒരു പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിക് മെഡിസിൻ. വരും കാലത്തെ മാരകമായ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സ്വാമി നിത്യ ചൈതന്യ യതി പറഞ്ഞല്ലോ. ഇത് ഭാരതീയ ദർശനങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു ഗുരുവര്യൻ, സന്യാസി വര്യൻ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സ്ഥിരം ഖുർആൻ കാണുന്ന നിങ്ങൾക്ക് ഈ വാക്ക് പറയാൻ എന്ത് കാരണത്താലാണ് മടി? ഏതറിവില്ലായ്മയാണ് നിങ്ങളെ വീണ്ടും വീണ്ടും ഈ വർത്തമാനം പറയിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇസ്ലാമിൻ്റെ പേരിൽ, ഇസ്ലാമിക ചിഹ്നങ്ങളുടെ പേരിൽ, ഇസ്ലാമിക ആദർശങ്ങളുടെ പേരിൽ അഭിമാനം കൊള്ളുന്ന നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയപ്പോൾ, ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഈമാൻ കഴിഞ്ഞാൽ, ഈമാൻ എന്ന അനുഗ്രഹം കഴിഞ്ഞാൽ അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണ്. അള്ളാഹു ആ കൂട്ടത്തിലേക്ക് നമ്മൾ ചേർത്ത് തരട്ടെ. അള്ളാഹുവേ, സദസ്സിൽ രോഗികളുണ്ടെങ്കിൽ അവർക്ക് ഇത് ശിഫ കൊടുക്കണേ അല്ലാ. ആഫിയത്ത് തിരിച്ചു കൊടുക്കണേ തമ്പുരാനെ. എല്ലാ രോഗികൾക്കും നീ ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളുടെ ശരീരത്തെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാൻ. ഞങ്ങളറിയാതെ വല്ല മാരകമായ രോഗങ്ങളും ഞങ്ങളെ വയറിലോ ശിരസിലോ കരളിലോ കിഡ്നിയിലോ മജ്ജയിലോ ഞങ്ങൾക്കറിയില്ലല്ലോ. നമുക്കറിയില്ല. അതതിൻ്റെ മാരക രൂപം പിടികൂടുമ്പോഴാണ്, അതിൻ്റെ ഏറ്റവും മാരകമായ രോഗം, മാരകമായ അവസ്ഥ പിടികൂടുമ്പോഴാണ് പലപ്പോഴും ഭീകരമായ രോഗം ശരീരത്തിലുള്ളത് നമ്മൾ അറിയുന്നത്. അത്തരം വല്ല അവസ്ഥകളും നമ്മുടെ ആരുടെയെങ്കിലും ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കിത്തരട്ടെ. അപ്പം ഞാൻ പറഞ്ഞ വാക്കെന്താണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറയുന്നു, മാ അൻസലല്ലാഹു ദാഅൻ, അല്ലാഹു മനുഷ്യനുമേൽ ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല. അപ്പൊ ഈ ഭൂമിയിൽ രോഗങ്ങളില്ല. ആ രോഗത്തിന്റെ ശിഫ ഇറങ്ങിയിട്ടല്ലാതെ. തദാവൂ യാ ഇബാദല്ലാഹ്, തദാവൂ യാ ഇബാദല്ലാഹ്, ഈ അല്ലാഹുവിൻ്റെ അടിമകളെ, രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. രോഗം വന്നാൽ നിങ്ങൾ ചികിത്സിക്കണം. ചില ആളുകൾ രോഗം വന്നാൽ ചികിത്സിക്കില്ല. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഒരു പരിധിവരെ ഈ സ്വഭാവം കൂടുതലാണ്. സാരമില്ല പിന്നെ കാണിക്കാം, സാരമില്ല പിന്നെ കാണിക്കാം, തൽക്കാലം ഉള്ള മരുന്നൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രോഗം പിടികൂടിയാൽ ചികിത്സ നിർബന്ധമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നല്ല കഴിവുള്ള ഡോക്ടർമാരെ കണ്ടെത്തണം. അവരെ അടുത്ത് കൺസൾട്ടിങ് ചെയ്യണം. വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ടെത്തുകയും അവരുടെ സമീപത്ത് പോയി ചികിത്സ തേടുകയും വേണം. രോഗങ്ങൾ പലതും തുടക്കത്തിൽ നിസ്സാരമായിരിക്കും. ഇപ്പം ഞാൻ പറയാം, ഇന്നിപ്പോൾ അധികം ആളുകൾക്കും ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ട്. ഗ്യാസിൻ്റെ കംപ്ലൈൻറ്റ് മിക്ക ആളുകളും അതിനെ വലിയ ഗൗരവത്തിലെടുക്കാറില്ല. ചില ആളുകൾ അത് ജീരകം ചവച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ശരിയാണ്, ജീരകം നല്ലൊരു ഔഷധ ഗുണമുള്ള വസ്തുവാണ്.
പക്ഷേ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിൽ ജീരകം മാത്രം പോരാ, അയമോദകം എന്ന വസ്തു കൂടി ചേരണം. അയമോദകം എന്ന് പറഞ്ഞാൽ ഇവിടെ അയമോദകം മനസ്സിലായില്ലേ? ജീരകം ഒരു ചെറിയ നിലക്ക് സഹായിക്കുമെങ്കിലും ജീരകത്തിൻ്റെ കൂടെ അതേ അളവിൽ അയമോദകം കൂടി ചേർന്നാലേ ഗ്യാസിൻ്റെ പ്രശ്നത്തെ ഒരു നിലയിൽ പരിഹരിക്കാൻ പറ്റും. പക്ഷേ സ്ഥിരമായി ഗ്യാസിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവർ ഈ ജീരകം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് വലിയ അബദ്ധമാണ്, മനസ്സിലാക്കണം. രോഗങ്ങളെ നിസ്സാരമായി കാണരുത് എന്നാണ് ഞാൻ പറയണത്. ഏതുപോലെ സ്ഥിരമായി എപ്പോഴും ശക്തമായ തലവേദന വരിക, ഇതിനെ ചെറുതായി കാണരുത്. ചിലപ്പോൾ അത് ട്യൂമറിൻ്റെ ലക്ഷണമാവും. തലയിൽ വലിയ മുഴ വളരുന്നതിൻ്റെ ഉള്ളിൽ മുഴ വളരുന്നതിൻ്റെ ലക്ഷണമാവാലോ. ചിലപ്പോൾ അത് പഴകിയ കഫം കെട്ടി നിന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത് രോഗമുണ്ടെങ്കിലും ഡോക്ടറെ കാണണം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നല്ല കഴിവുള്ള നീതിമാന്മാരായ മനുഷ്യരോട് സ്നേഹമുള്ള മരുന്ന് നിർമ്മാണ കമ്പനിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ഡോക്ടർമാരെ കാണണം എന്നതിൻ്റെ അർത്ഥം. മരുന്ന് നിർമ്മാണ കമ്പനിയോ 2-3 ആൾ കൂടിയിട്ട് ലാബൊക്കെ നടത്തുന്ന ഡോക്ടർമാരെ കണ്ടില്ലെങ്കിൽ പണി നമുക്ക് കിട്ടും. കാരണം ആ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളാണ് അതിൻ്റെ ഹെൽപ്പേഴ്സ്. അപ്പം അത് വിഷയമാവും. അപ്പം രോഗങ്ങളെ നിസ്സാരമായി കാണരുതെന്നാണ് ഞാൻ ഇപ്പം ഗ്യാസ്ട്രിക് അൾസർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഗ്യാസ്ട്രിക് അൾസർ ഇല്ല. അപ്പം നിസ്സാരമായി കാണരുത്. സ്ഥിരമായി വരുന്ന ജലദോഷത്തെ നിസ്സാരമായി കാണരുത്. സ്ഥിരമായി വരുന്ന ജലദോഷത്തെ നിസ്സാരമായി കാണരുത്. അപ്പൊ രോഗങ്ങൾ ചികിത്സിക്കണം. തദാവൂ യാ ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമകളെ, രോഗം പിടികൂടിയാൽ നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ അസ്സ വജല്ല ലം യലഉ ദാഅൻ ഇല്ലാ വലഅലഹു ശിഫാ. അല്ലാഹു മനുഷ്യനുമേൽ അവൻ്റെ ശരീരത്തിനുമേൽ ഒരു രോഗത്തെയും വെച്ചിട്ടില്ല. ഒരു രോഗത്തെയും മനുഷ്യന്റെ ശരീരത്തിനുമേൽ വെച്ചിട്ടില്ല. ഇല്ലാ വലഅലഹു ശിഫാ, ആ രോഗത്തിന്റെ ശിഫ വെച്ചിട്ടല്ലാതെ. അപ്പൊ ശിഫയുണ്ട്, എല്ലാ രോഗത്തിനും ശിഫയുണ്ട്. ഇത് വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. എല്ലാ രോഗങ്ങൾക്കും ശിഫയുണ്ട്. ഇത് സന്തോഷം നൽകുന്ന വാർത്തയാണ്. അശ്ശിഫാഉ ഫിത്തലാസ്, മറ്റൊരു ഹദീസിന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. വേറൊരു ഹദീസിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്, അശ്ശിഫാഉ ഫിത്തലാസ്. രോഗം പിടികൂടി പ്രയാസത്തിലായ എൻ്റെ ആളുകൾ അറിയണം, അശ്ശിഫാഉ രോഗത്തിന്റെ ശമനം ഫിത്തലാത്തി 3 കാര്യങ്ങളിലാണ്. 3 കാര്യങ്ങളിലാണ് രോഗശാന്തി എന്ന് മുഹമ്മദുർ റസൂൽ. അപ്പൊ രോഗത്തിന് ശമനമുണ്ട്. അപ്പൊ പിന്നെ എൻ്റെ രോഗം എന്താ മാറാത്തത്? നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്. കൊല്ലങ്ങൾ അനവധിയായിട്ടും എൻ്റെ രോഗം എന്തുകൊണ്ട് ശിഫയാവുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്നെ പിടികൂടിയ രോഗം എന്തുകൊണ്ടാണ് ശിഫയാവാത്തത് എന്ന ചോദ്യം പ്രസക്തമാണ്. അതിൻ്റെ മറുപടി വളരെ ലളിതമാണ്. നിങ്ങളിൽ പലർക്കും നിങ്ങൾക്കെങ്ങനെയാണ് രോഗം വന്നത് എന്നറിയില്ല. രോഗം വന്നത് ഏതു വഴിയിലാണെന്നറിയാത്തൊരു മനുഷ്യന്റെ രോഗം ശിഫയാവില്ല. പ്രശ്നമായി. അതാണ് പ്രശ്നം. ഏതു കാരണത്താലാണ് നിങ്ങൾ രോഗിയായത് എന്നറിയണം. എങ്കിൽ രോഗം ശിഫയാവാൻ എളുപ്പമാണ്. രോഗം ക്യാൻസർ ആണെങ്കിൽ പോലും. രോഗമേത് എന്നത് വിഷയമല്ല, രോഗമേതാണ് എന്നത് വിഷയമല്ലെന്ന്. രോഗം ശിഫയാവുമെന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂൽ. ഖിയാമത്ത് നാൾ വരെ അതൊക്കെ കറക്റ്റ് ആയിരിക്കോ? എനിക്കങ്ങനെ തോന്നാറില്ല. കാരണം എത്രയോ മാരകമായ രോഗം മാറി അനുഭവമുള്ള രോഗികളെ ചികിത്സിച്ച് പരിചയമുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ഞാനെങ്ങനെ സംശയിക്കും?
സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വഴി, അത് പഠിച്ച സ്വഹാബത്തിൻ്റെ വഴി, അത് പഠിച്ച അഇമ്മത്തിൻ്റെ വഴി, ആ വഴിയിലൂടെ മനസ്സിലാക്കിയെടുത്ത ഔഷധങ്ങളിലൂടെ, ചില പ്രത്യേക പ്രാർത്ഥനകളിലൂടെ എത്രയോ അപകടകരമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട രോഗികളെ പരിചരിക്കാൻ അള്ളാഹു ഭാഗ്യം തന്നൊരു വ്യക്തി എന്ന നിലക്ക് എനിക്കതിനപ്പുറം ചിന്തിക്കാനില്ല. മനസ്സിലാക്കണം. സ്ത്രീകളൊക്കെ ഒരുപക്ഷെ മഞ്ഞൾ, നമ്മുടെ വീട്ടിലെ മഞ്ഞൾ നമുക്കെത്ര നിസ്സാരാണത്. നമ്മളെ വീട്ടിലെ മഞ്ഞളിന് നമ്മളെന്ത് വില കൊടുക്കും? ഒരു വിലയും കൊടുക്കില്ല. ആകെ ഒരു നുള്ളു കറിയിൽ ഇട്ടെങ്കിലായി, ഇല്ലെങ്കിൽ ഇടാത്തവരുണ്ട് അല്ലേ? മുളകും മല്ലിയും പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പിടി ചേർത്ത് പൊടിച്ചെങ്കിലായി. അങ്ങനെ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. 1 കിലോ മല്ലിയും 1 കിലോ മഞ്ഞളും 1 കിലോ മല്ലിയും 1 കിലോ മുളകും വാങ്ങും. ആ കൂട്ടത്തിൽ ഒരു 100 ഗ്രാം മഞ്ഞൾ വാങ്ങി ഒന്നിച്ച് പൊടിക്കുന്നവരുണ്ട്. സെപ്പറേറ്റ് വാങ്ങിയിട്ട് ഒരു നുള്ളു കറിയിൽ എപ്പോഴും ഇടുന്നവരുണ്ട്, തീരെ ഇടാത്തവരുണ്ട്. ക്യാൻസറിനെ തടയാൻ കഴിവുള്ള അമൂല്യ ഔഷധ ഗുണമുള്ള വസ്തുവാണ് മഞ്ഞൾ എന്നറിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. കരൾ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന, ഹെപ്പറ്റൈറ്റിസ് രോഗങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന അമൂല്യമായ ഔഷധ ഗുണമുള്ള വസ്തുവാണ് ഈ മഞ്ഞൾ എന്നറിയുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആർത്രൈറ്റിസ് രോഗങ്ങളിൽ പാലിനൊപ്പം ചേർത്ത് കുടിക്കുകയാണെങ്കിൽ അത് അമൂല്യ ഔഷധമാണ് എന്ന് നമുക്കറിയില്ല, അതറിയില്ല. മനസ്സിലാക്കണം. വലിയ വേദനാസംഹാരിയാണ്. നമ്മൾ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാതെ പോയി. വീട്ടുമുറ്റത്ത് വളരുന്ന കറിവേപ്പിലയുടെ മൂല്യം അറിയാൻ നമുക്ക് കഴിഞ്ഞോ? ഇല്ലല്ലോ. കറിവേപ്പിലയുടെ മൂല്യം നമ്മൾ അറിഞ്ഞില്ലല്ലോ. സാധാരണ പനി ഇല്ലായ്മ ചെയ്യാനുള്ള കറിവേപ്പിലയുടെ കഴിവ് നമ്മളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. കറിവേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ പനിയുള്ളവർക്ക് അത് വലിയ ആശ്വാസമാണെന്ന് നമുക്കറിയില്ല. നമ്മൾ അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളതും തീരെ ചിലവില്ലാത്തതുമായ ഒരുപാട് അറിവുകൾ നമ്മൾ അന്വേഷിച്ചുമില്ല, പഠിച്ചുമില്ല. നമ്മൾ രോഗം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് അല്ലെ വലിയ ഹോസ്പിറ്റൽ. സാധാ ക്ലിനിക്കിൽ നമ്മൾ പോവില്ലല്ലോ, PHCയിൽ നമ്മൾ പോവില്ല. നമ്മൾ അങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സുന്നത്തുകൾ ജീവിതത്തിൽ കുറയുമ്പോഴാണ് രോഗം. ഇതാണ് എനിക്ക് പറയാനുള്ള പ്രധാന വിഷയമൊന്ന്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് സർവ്വരോഗത്തിനും ശിഫയുണ്ടെന്ന് മുഹമ്മദുർ റസൂൽ. അപ്പൊ ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം തീരുമാനിക്കണം. മാറാ രോഗം എന്ന ഒന്നില്ല. നമ്മളിവിടെ തീരുമാനിക്കണം. ഈ ഇരുത്തത്തിലെ ഒരു തീരുമാനം അതാണ്. മാറാ രോഗം എന്നൊന്നില്ല. എല്ലാ രോഗവും ശിഫയാകും. അന്തങ്ങൾ അങ്ങനെ പറയാൻ കാരണം ഒന്ന്, സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. ഒരു വാക്കതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എല്ലാ രോഗവും ശിഫയാവും. അപ്പം എൻ്റെ രോഗം ശിഫയാവാത്തതോ? അതാണ് ഇനി ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം. നമ്മളിൽ ഓരോരുത്തരും നിർബന്ധമായും കേൾക്കേണ്ട ഭാഗം ഞാൻ പറയാൻ പോവാ. എന്തുകൊണ്ടാണ് എൻ്റെ രോഗം ശിഫയാവാത്തത്? അങ്ങനെ സംശയം ഉണ്ടെങ്കിലേ ഇനി തുടർന്ന് കേൾക്കേണ്ടതുള്ളൂ. അല്ലാത്തവർ ഇത് കേട്ടിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് എൻ്റെ രോഗം ശിഫയാവാത്തത്? എത്ര കൊല്ലമായി കൃത്യമായി ഞാൻ മരുന്ന് കുടിക്കുന്നു, മുടങ്ങാതെ മരുന്ന് കുടിക്കുന്നവനാണ് ഞാൻ, എൻ്റെ രോഗത്തിൽ കുറവില്ല. എന്തുകൊണ്ട്? അതിൻ്റെ മറുപടി സിമ്പിളാണ്, ലളിതമാണ്, നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. വളരെ വേഗം മനസ്സിലാക്കാൻ പറ്റുന്നൊരു ആൻസർ ഞാൻ പറയാൻ പോവാ. എന്താണ് ആൻസർ? നിങ്ങൾക്ക് എങ്ങനെയാണ് രോഗം വന്നത് എന്നറിയാത്തതാണ് രോഗശാന്തി നിങ്ങൾക്ക് ലഭിക്കാത്തതിൻ്റെ കാരണം. അപ്പം ഡോക്ടറെ കാണിക്കാറുണ്ടോ? ഉണ്ട്. മരുന്ന് കുടിക്കാറുണ്ടോ? ഉണ്ട്. ലാബിൽ പോവാറില്ലേ? ടെസ്റ്റ് ചെയ്യാറില്ലേ? കൃത്യമായി ചെയ്യാറുണ്ട്. മാത്രമല്ല, ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് ഇന്ന് എല്ലാ വീടുകളിലും
പ്രഷർ നോക്കുന്നത്, ഷുഗർ നോക്കുന്നത്. ഈ ലാബൊക്കെ തുറന്ന് വെച്ച് ജീവിക്കുന്ന ആൾ എങ്ങനെ ജീവിക്കുന്നത്? ഇപ്പം എൻ്റെ പേടി. നിങ്ങൾ പറയും. അപ്പോൾ അവർ പുതിയ പുതിയ ടെസ്റ്റുകൾ കണ്ടുപിടിച്ചു. മുമ്പാകെ നമ്മൾ ഷുഗറേ നോക്കണ്ടു. ആ ഷുഗർ നോക്കൽ വീട്ടിൽ നിന്നായപ്പോൾ അവർ പുതിയ ചില കൊളസ്ട്രോൾ നോക്കുന്നത് ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ വരുമെന്ന് അറിയില്ല. അപ്പോഴത്തേക്ക് അവർ ട്രൈഗ്ലിസറൈഡ്, യൂറിക് ആസിഡ്, സോഡിയം പലതും പറഞ്ഞ് പുതിയ ടെസ്റ്റുകൾ കണ്ടെത്തി. അല്ലെങ്കിൽ അതും നിങ്ങൾ വീട്ടിൽ നോക്കും. ഇനി അതും വീട്ടിൽ നിന്ന് നോക്കാൻ തുടങ്ങിയാൽ പുതിയ കുറേ പേരിട്ടിട്ട് അതിൻ്റെ ടെസ്റ്റും വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ട്? ഇതൊന്നും സാധാരണ പറയുന്ന പ്രസംഗമല്ല അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് മുടങ്ങാതെ ആഴ്ചക്ക് ഷുഗർ നോക്കിയ വലിയ സംഭവമാണെന്നാണ്. എന്തോ ഒരബദ്ധമാണ് നിങ്ങൾ ഈ വിശ്വസിച്ച് ആഴ്ചക്ക് കൃത്യമായി ഷുഗർ നോക്കുക. എന്തിനാപ്പത്? എന്നിട്ട് വല്ല മാറ്റമുണ്ടോ? 3 നേരം ഇൻസുലിൻ കുത്തിവെക്കുകയാണ്. 16, 20, 35. എന്നിട്ട് വല്ല കുറവുണ്ട്? ഷുഗർ എത്ര? 450. ചില ആളുകൾക്ക് 450 കുറയില്ല. ഇൻസുലിനും ഉണ്ട്, ഗുളികയുണ്ട്. ആ 450 എന്തോ അവരെ മെഷീൻ അങ്ങനെ ഉണ്ടല്ലോ ചിലത്, മായ്ച്ചാലും മായ തക്കം. പക്ഷെ ജനങ്ങൾക്ക് ഇതിലൊന്നും വലിയ നിരാശയില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത. അവർക്ക് പ്രശ്നമൊന്നുമില്ല. അവർക്ക് മരുന്ന് കിട്ടിയാൽ മതി. മാറിയിട്ടില്ല വലിയ വിഷയത്തിൽ. മാറാത്തതിൻ്റെ പേരിൽ പരാതി കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. രോഗം മാറാത്തതിൻ്റെ പേരിൽ പരാതി കൊടുക്കാൻ വല്ല വകുപ്പുണ്ടോ? ഉണ്ടോ? അതിന് പരാതി ഉണ്ടെങ്കിലല്ലേ പ്രശ്നം. പരാതിയില്ല. ഒരു മനുഷ്യൻ്റെ രോഗം ശിഫയാവുന്നതിന് തടസ്സം. അപ്പം ശിഫയാവാത്തതിൻ്റെ കാരണം ആ മനുഷ്യൻ ഞാൻ ഏതു കാരണത്താലാണ് രോഗിയായത് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ്. എനിക്ക് പ്രമേഹ രോഗം പിടികൂടിയത് എന്തുകൊണ്ട് എന്നറിയാതെ ഒരാൾക്ക് പ്രമേഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഹൃദ്രോഗം, ഹാർട്ട് ബ്ലോക്ക് വന്നതെന്തുകൊണ്ട്, ഹൃദ്രോഗം വന്നതെന്തുകൊണ്ടാണ് എന്നറിയാത്തിടത്തോളം കാലം എത്ര വില കൂടിയ മരുന്ന് കഴിച്ചാലും അയാൾക്കതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. കാൽമുട്ടിന് ഭയങ്കര വേദനയാണ്. ചില ആളുകൾക്ക് കാലിൻ്റെ ഉപ്പൂറ്റി വേദനയാണ്, ബടമ്പ് വേദനയാണ്. മരുന്ന് കുടിക്കും. എന്നിട്ട് 6 മാസം മുമ്പ് ഒരു ഇഞ്ചക്ഷൻ വെച്ചു, വേദനയൊക്കെ പോയി. ഇപ്പം 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വേദന വന്നു. നിങ്ങളെല്ലാവരും ഈ വർത്തമാനം കേൾക്കുന്ന ആളല്ല. ഞാനിത് സ്ഥിരം കേൾക്കുന്നതുകൊണ്ടാണ് ഇജാതി വർത്താനം പറയണത്. 6 മാസം മുമ്പ് വില കൂടി ഒരു ഇഞ്ചക്ഷൻ വെച്ചു. എന്തേ? മടമ്പിന്, കാലിൻ്റെ മടമ്പിന് ഉപ്പൂറ്റിയുടെ അങ്ങനെ പറയണല്ലേ, മടമ്പിൻ്റെ ഭാഗം ഭയങ്കര വേദന. അപ്പോൾ മാറ്റമുണ്ടോ? ഇല്ല. അപ്പോൾ 6 മാസം മുമ്പ് ഏറ്റവും ഡോസ് കൂടിയ പെയിൻ കില്ലർ, ഏറ്റവും മാരകമായ അളവിലുള്ള വേദനാസംഹാരി കുത്തിവെച്ചപ്പോൾ ശരീരം നിശ്ചിത കാലത്തേക്ക് മരവിച്ചു പോയി. അപ്പൊ പിന്നെ വേദന അറിയില്ല. അപ്പൊ രോഗം ഏതു വഴിയിലൂടെയാണ് എന്നെ പിടികൂടിയത് എന്നറിയാത്തിടത്തോളം കാലം ഒരു മനുഷ്യന് തൻ്റെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഇന്ന് സദസ്സിൽ പറഞ്ഞ 1-ാമത്തെ പോയിന്റ്, എല്ലാ രോഗവും ശിഫയാവും. ഇത് ഓർമ്മിച്ചു വെക്കണം. ഇതെൻ്റെ വാക്കല്ല, റസൂലുള്ളാഹിന്റെ വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. 2-ാമത്തെ പോയിന്റ്, രോഗം മാറാത്തത് അയാൾക്ക് രോഗം പിടികൂടിയ വഴി ഏതാണെന്ന് അറിയാത്തോണ്ട്. ഇപ്പോൾ മുമ്പ് ഓടിട്ട വീട്, മഴക്കാലത്ത് തറയിൽ വെള്ളം, ശരിക്കും ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. വാർപ്പിൻ്റെ വീടും ചോരുന്നുണ്ട്. അപ്പം തറയിൽ വെള്ളം കണ്ടപ്പോൾ നമ്മൾ മേപ്പെട്ട് നോക്കും, ഇത് എവിടുന്നാ ചോർന്നത്. അപ്പം ചോർച്ചയുള്ള സ്ഥലത്ത് പഴയ കാലത്ത് ഓല വെട്ടിയിട്ട് ആ ചോർച്ചയുള്ളടുത്ത് വെക്കും, ചോർച്ച നിൽക്കും. നമുക്ക് എന്തുകൊണ്ടാണ് ചോർച്ച നിർത്താൻ പറ്റിയത്? ആ സ്ഥലം കണ്ടെത്തിയോണ്ടാണ്. നിങ്ങളെ രോഗത്തിൽ സ്ഥിരപ്പെടുത്തുന്ന, വാക്ക് ശ്രദ്ധിക്കണം, നിത്യരോഗിയാക്കുന്ന, പിടികൂടിയ രോഗം സ്ഥിരപ്പെടുത്തുന്ന എന്തോ കാര്യം നിങ്ങളോടൊപ്പം ഉണ്ട്. മനസ്സിലായിട്ടില്ല? എൻ്റെ ചില വാക്ക് വേഗം മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് അല്ലേ? നിങ്ങളുടെ രോഗം നിങ്ങളുടെ കൂടെ തന്നെ നിർത്തുന്ന എന്തോ കാര്യം നിങ്ങളെടുത്തുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ ഉമ്മയും ഉപ്പയും ഒരു സ്ഥലത്ത് കുഞ്ഞിൻ്റെ കൂടെ നിൽക്കുന്നു. ആര്? ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. കുഞ്ഞിന് ചാട്ട ഉമ്മാൻ്റെ കൂടെ ആയിരിക്കും. മനസ്സിലായിട്ടില്ല? ആ ഉപ്പമാർ സമ്മതിക്കൂല.
ഇപ്പോൾ ഒരു കുഞ്ഞ് കരയാണ്, ചെറിയ വാവ, ഒരു 6 മാസമുള്ള ചെറിയ വാവ കരയാണ്. ഉപ്പ് എടുത്താൽ ചിലപ്പോൾ കരച്ചിൽ നിൽക്കുമായിരിക്കും, പക്ഷേ വേഗം കരച്ചിൽ നിൽക്കണ ആരെടുക്കണം? ഉമ്മ എടുക്കണം. അതിനെന്തോ ഒരു കെമിസ്ട്രി അവരെടുത്തുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിൻ്റാണ്. അപ്പം രോഗം നിങ്ങളെപ്പരം തന്നെ നിൽക്കുന്ന, രോഗത്തിന് നിങ്ങളെ കൂടെ തന്നെ നിൽക്കാൻ ഇഷ്ടമുള്ള എന്തോ ഒരു സംഭവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം നിങ്ങളുടെ കൂടെ തന്നെ രോഗത്തിന് പോകാൻ തോന്നൂല. അങ്ങനല്ലേ? നിൻ്റെ അപ്പുറം വർത്താനം പറഞ്ഞിട്ട് സമയം പോയത് അറിഞ്ഞില്ല അതല്ല ചില ആളോട് വർത്താനം പറയുമ്പോൾ പറയല്ലേ? അപ്പം അജാതി എന്തോ അട്രാക്റ്റീവായ, ആകർഷണീയമായ എന്തോ സംഭവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് രോഗം വിട്ടുമാറാത്തത്. അപ്പൊ മാറാവ്യാധി എന്ന് പറയുന്നത് ശരിയില്ല, അത് തെറ്റായ പ്രയോഗമാണ്. മാരകവ്യാധി എന്നേ പറയാൻ പറ്റുള്ളൂ, മാരക രോഗം എന്നേ പറയാൻ പറ്റുള്ളൂ. മാറാവ്യാധി എന്ന പ്രയോഗം പിന്നെ അങ്ങനെ പറയാനും പറ്റൂല. ഇപ്പോൾ ഉസ്താദ്മാരൊക്കെയുള്ള സദസ്സാണ്, ഇസ്തിമാല് കസറത്താവുമ്പോൾ മജാസ് ഹക്കീക്കാവും എന്നൊക്കെ എനിക്ക് ഇങ്ങോട്ട് പറയും. ഒരു ഉപയോഗം നാട്ടിൽ വ്യാപകമായാൽ അതങ്ങനെ പറഞ്ഞാൽ തെറ്റില്ല എന്നതിൻ്റെ അർത്ഥം. മനുഷ്യന്റെ അനുഭവത്തിൽ രോഗം പിടികൂടി ചികിത്സിച്ചിട്ട് ഭേദമാവാത്തതിൻ്റെ പേരിലാണ് മാറാ രോഗം എന്ന പ്രയോഗം വന്നത്. സാരില്ല. പക്ഷെ സർവരോഗത്തിനും ശമനമുണ്ട്, വിട്ടുമാറാത്ത രോഗമില്ല. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. ശിഫ എന്ന് പറഞ്ഞ ക്യൂർ എന്നാണ് അർത്ഥം, ട്രീറ്റ്മെന്റ് എന്നല്ല. ശരിക്കും മനസ്സിലാക്കണം. ഷിഫാ എന്ന അറബി പദത്തിന്റെ അർത്ഥം ട്രീറ്റ്മെന്റ് എന്നല്ല. ഷിഫാ എന്ന് പറഞ്ഞാൽ ക്യൂർ, സാൽവേഷൻ, ക്യൂർ എന്നാണ് അർത്ഥം. ഷിഫാ എന്ന് പറയുന്ന അറബി പദത്തിന്റെ അർത്ഥം രോഗമില്ലാത്ത ശരീരം എന്ന് തന്നെയാണ്. മരുന്ന് എന്നല്ല, മരുന്നിന് അറബിയിൽ പറയുന്ന പേര് ദവാ, ഇലാജ് എന്നൊക്കെയാണ്. നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച പ്രയോഗം ഷിഫ. മുത്തുനബി പറഞ്ഞു, നമ്മളിപ്പോൾ പറയാണ് ആ രോഗത്തിന് മരുന്നില്ല, അതിനെ റസൂലുള്ളാഹി എതിർത്തു ആദ്യം. ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. എല്ലാ നാട്ടിലും ഔഷധമുണ്ട്. നിങ്ങളുടെ നാട്ടുകാർക്കുള്ള രോഗത്തിൻ്റെ മരുന്നുണ്ട്. അറിയാവോ നിങ്ങൾക്ക്? നിങ്ങളുടെ നാട്ടിൽ ഒരാൾക്ക് രോഗം പിടികൂടിയാൽ ഈ നാട്ടിലെ മനുഷ്യന്റെ രോഗത്തിന്റെ മരുന്ന് റബ്ബ് തആല ഈ നാട്ടിൽ പടച്ചു വെച്ചിട്ടുണ്ടെന്ന് മുഹമ്മദുർ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈലി അങ്ങനെയാണ്. കണ്ണൂരുകാരനായ എന്നേക്കാൾ നിങ്ങൾക്ക് കൊടുവള്ളി അടുത്തല്ലേ? ആണോ? കൊടുവള്ളിയിൽ ഒരുപാട് കാലം താമസിച്ച ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു, ഇൽമിൻ്റെ ഒരു ബഹറുണ്ടായിരുന്നു. കൊടുവള്ളി തങ്ങളെന്നും രാമന്തളി തങ്ങൾ എന്നൊക്കെ പേര് വിളിക്കുന്ന ഒരു മഹാപണ്ഡിതൻ. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. മനസ്സിലാക്കണം. ഏഴുമല തങ്ങൾ എന്ന് അറിയപ്പെടല്ലേ? വലിയ വൈദ്യശാസ്ത്രം അറിയുന്ന പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം. പക്ഷേ ആ പേരിൽ അദ്ദേഹം അറിയപ്പെടാറില്ല എന്ന് മാത്രം. ഞാൻ തിബ്ബുൻ നബവി പഠിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ വലിയ ഇഷ്ടം. എല്ലാ വർഷവും അദ്ദേഹം ഹജ്ജിന് പോകും. ഒരു തവണ ഹജ്ജിന് പോയപ്പോൾ മൂപ്പറുടെ ടെൻറ്റിലാണ് താമസം കിട്ടിയത്. പക്ഷെ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് അടുത്ത് പോകാനൊരു പേടി. അങ്ങനെ ഉണ്ടല്ലോ, വലിയ ആളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ ദൂരെ നിന്നു. പക്ഷേ ഇങ്ങനൊരു വിഷയം പഠിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്താണ് താമസിക്കേണ്ടത്. ആകെ പേടിച്ച് ബേജാറായിട്ട് എപ്പോൾ അടുത്ത് തന്നെ ഇരിക്കും. ഒരു വലിയ സംഭവം. അള്ളാഹുവേ, ഇങ്ങനൊക്കെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചല്ലോ. വൈദ്യശാസ്ത്രത്തിൻ്റെ വലിയ കാര്യങ്ങൾ അറിയുന്ന മഹാപണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ പിതാവും അങ്ങനെ തന്നെ. മോനുണ്ടല്ലേ? മോനെ അറിയില്ല എനിക്ക്. അദ്ദേഹം വലിയ ഇൽമിനെ സ്നേഹിച്ച ആളായിരുന്നു. എപ്പോഴും കിതാബ് വായിച്ചുകൊണ്ടിരിക്കലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ താല്പര്യം. മിനയിലും എല്ലായിടത്തും അദ്ദേഹം കിതാബ് നോക്കിക്കൊണ്ടേയിരിക്കും. പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു ഖബർ സ്വർഗ്ഗപൂന്തപ്പാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ദർജകൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ മരിച്ചുപോയ മുഴുവൻ ഉലമാക്കൾ, സാദാത്യങ്ങൾ, എല്ലാ മഹത്തുക്കളെയും ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരൊക്കെ ഇൽമ പറഞ്ഞുകൊണ്ടാണല്ലോ നമുക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റിയത്. അവരൊക്കെ ത്യാഗം സഹിച്ചത് കൊണ്ടാണല്ലോ നമുക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റിയത്. മനസ്സിലാക്കേണ്ട കാര്യമാണിത്. 10-60 കൊല്ലത്തോളമായി കേരളീയ ഇസ്ലാമിക സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ നേർവഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനം
അതിൻ്റെ 60 വർഷം പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷകരമായ സംതൃപ്തകരമായ ആണ്ട് ആഘോഷിക്കുകയാണ്. അള്ളാഹു പരിപാടി വിജയിപ്പിച്ചു കൊടുക്കട്ടെ. മനസ്സിലാക്കണം, നാം വലിയ പ്രതിസന്ധിയിലാണെങ്കിൽ പോലും ഇത്തരം ഉലമാക്കൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എത്രമാത്രം സമാധാനമാണ്, എന്തുമാത്രം ധൈര്യമാണ്. സയ്യിദുൽ ഉലമയെ പോലുള്ള മഹത്തുക്കൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. എല്ലാ രോഗത്തിനും മരുന്നുകളുണ്ട്. മരുന്നില്ലാത്ത രോഗം അള്ളാഹു പടച്ചിട്ടില്ല. അക്കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ വാക്കാണ്, നിങ്ങളുടെ നാട്ടിൽ എത്രയായിരം ഔഷധങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? പായയിൽ മൂത്രമൊഴിക്കുന്ന കുഞ്ഞിനുള്ള മരുന്ന് ഈ തെങ്ങിൻ്റെ മുകളിലുണ്ട്. വിരിപ്പിൽ മൂത്രമൊഴിക്കുന്ന എത്രയോ പിള്ളേരുണ്ട്. ഉമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. പക്ഷെ ഞാനിപ്പോൾ അത് പറയാനൊന്നും പോകുന്നില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. തെങ്ങ് കണ്ടപ്പോൾ ഈ തെങ്ങിൻ്റെ മുകളിലുണ്ട് പായയിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളുടെ ആ മൂത്രമൊഴിക്കുന്ന പരിപാടി ഇല്ലാണ്ടാക്കുന്ന മരുന്ന്. നിങ്ങൾ നീ തെങ്ങിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. ഇതൊക്കെ പറഞ്ഞാൽ തെങ്ങിൻ്റെ വില കൂടും, തേങ്ങൻ്റെയും വില കൂടും. അതുകൊണ്ട് അത് പറയണ്ട പോട്ടെ. ഈ തെങ്ങിൻ്റെ താഴത്തെ വേരില്ല, വേരിലുണ്ട് പനി മാറ്റാനുള്ള മരുന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ലികുല്ലിദ ഇൻദവാഉൻ സയ്യിദുനാ മുഹമ്മദ് റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തെ പഠിപ്പിച്ചതുപോലെ, നരകത്തിൻ്റെ ഭയാനകത പഠിപ്പിച്ചതുപോലെ, രാജ്യതന്ത്രങ്ങൾ പഠിപ്പിച്ചതുപോലെ, സാമൂഹിക പരിഷ്കരണങ്ങൾ പഠിപ്പിച്ചതുപോലെ, കർമ്മശാസ്ത്ര വിധികൾ പഠിപ്പിച്ചതുപോലെ, തസവ്വുഫിൻ്റെ രസങ്ങൾ പകർന്നു തന്നതുപോലെ, അഖീദയുടെ 2 വഴികളെ നമുക്ക് മേൽ നിജപ്പെടുത്തി തന്നതുപോലെ, ആരോഗ്യത്തിൻ്റെ രോഗമില്ലാത്ത ശരീരത്തെ നിലനിർത്താനുള്ള വഴികളും അഥവാ രോഗം പിടികൂടിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും സയ്യിദുനാ വ ത്വബീബുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ ഒരു വൈദ്യശാസ്ത്ര ഗവേഷകനും പറയാത്ത വാക്ക്, ഒരു വൈദ്യശാസ്ത്ര ഗവേഷകൻ, ഇപ്പം ചരകൻ, വാഗ്ഭടൻ, ഭേളാചാര്യർ, സുശ്രുതൻ, എത്രയെത്ര സന്യാസിമാർ, എത്രയെത്ര മഹർഷിമാർ, അവരൊക്കെ വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്തവരാണ്. മനസ്സിലാക്കണം, അവരൊക്കെ വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്തവരാണ്. ഭാരതീയ ഗുരുദർശനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനിടയിൽ വാരാണസിയെക്കുറിച്ച് പഠിക്കണം. വാരാണസിയുടെ ചരിത്രത്തിൽ വിഷ്ണുദേവൻ ശിഫയായി അവരുടെ ഭാഷയിൽ രോഗശമനമായി അവതരിച്ചതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. പക്ഷെ അവിടെയൊന്നും ചരക സംഹിതയിലോ അഷ്ടാംഗഹൃദയത്തിലോ മനസ്സിലാക്കേണ്ട കാര്യമാണ്, വൈദ്യചിന്താമണിയിലോ എവിടെയും കാണാത്തൊരു വാക്ക്, എവിടെയും എഴുതി വെക്കാത്തൊരു വാക്ക്, ഒരു വൈദ്യശാസ്ത്ര പണ്ഡിതനും പറയാൻ ധൈര്യപ്പെടാത്തൊരു വാക്ക് സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്നു മാത്രമല്ല പറഞ്ഞത്, എല്ലാ രോഗവും ശിഫയാവും. അശ്ശിഫാഉ ഫി തലാസ്, രോഗശമനത്തിന്റെ 3 വഴികൾ. പിന്നെ വേറൊരിടത്ത് പറഞ്ഞത് അലൈക്കും ഷിഫാഈൻ, രോഗം കൊണ്ട് പ്രയാസത്തിലാണ് നിങ്ങളെങ്കിൽ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടിലാണ് നിങ്ങളെങ്കിൽ, രോഗം ശിഫയാവാനുള്ള 2 വഴികൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആരായി പറയണത്? ആരാണ് ഈ പറയണത്? സയ്യിദുനാ മുഹമ്മദുർ റസൂൽ. പക്ഷെ സൂക്കേട് വന്നപ്പോഴൊന്നും നിങ്ങൾക്ക് ആരെ ഓർമ്മ ഉണ്ടായില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മ ഉണ്ടായില്ല. നിങ്ങൾ ഓർമ്മിച്ചത് ഹോസ്പിറ്റല്, ഡോക്ടർ, മെഡിക്കൽ കോളേജാണ്. സർവ്വരോഗവും ശിഫയാവുമെന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴി നിങ്ങൾ അന്വേഷിച്ചില്ല. ചരിത്രമാണ്. ലോകത്തെ സർവ്വ വൈദ്യശാസ്ത്രത്തിന്റെ ചരിത്രം അറിയുന്നവരും സമ്മതിച്ച കാര്യമാണിത്. ഞാൻ പല പ്രസംഗവേദിയിലും പറഞ്ഞൊരു വാക്ക് ഇവിടെയും പറയാം, മിക്ക സ്ഥലത്തും പറഞ്ഞതാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമ തൻ്റെ വാഷിംഗ്ടൺ പ്രസംഗത്തിൽ 20-ാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പ്രഖ്യാപനം നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം എന്താണ്? ഇനി പ്രവാചക വൈദ്യശാസ്ത്രം വരണം. നിങ്ങൾ ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരോഗ്യ ദർശനത്തിലൂടെ മാത്രമേ മനുഷ്യ സമൂഹത്തിന് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ. നിങ്ങൾ ആലോചിക്കുക പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ഈ മഹല്ല് SYS ഇതൊരു വലിയ തുടക്കമാവണം. എനിക്ക് ഈ വിഷയം പറഞ്ഞ് പൂർത്തിയാക്കാനൊന്നും കഴിയില്ല. എനിക്ക് ഈ വിഷയം പറഞ്ഞ് പൂർത്തിയാക്കാനൊന്നും കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട SYSൻ്റെ ഭാരവാഹികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആരോഗ്യ ദർശനം അറിയുന്ന നാട്ടുകാരായി നിങ്ങളുടെ നാട്ടുകാരെ മാറ്റണം. മനസ്സിലാക്കണം, ഖുർആനിൽ ശിഫയുണ്ടത് സയ്യിദുനാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. 13 ആയത്തുകൾ ഏത് മാരകമായ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനും സഹായിക്കുന്ന 13 ആയത്തുകൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ മഹല്ലുകാരറിയണം, SYS അതിന് നേതൃത്വം കൊടുക്കണം. 13 ആയത്തുകൾ എല്ലാ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്ന 13 ആയത്തുകൾ ഖുർആനിൽ. 13 ആയത്ത് ഓതാൻ എത്ര സമയം വേണ്ടത്? 10 മിനിറ്റോ? ഈ മഹല്ലുകാർക്കത് വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് സാമ്പത്തിക ചെലവുണ്ടോ? ഇല്ലല്ലോ. ഖുർആനിലെ 13 ആയത്തിന് എന്ത് സാമ്പത്തിക ചെലവാണുള്ളത്? എല്ലാ വീട്ടിലും മുസഹഫുണ്ട്, നിങ്ങൾക്ക് മദ്രസയുണ്ട്, നിങ്ങൾക്ക് മസ്ജിദുണ്ട്, ഒരുമിച്ച് കൂടാൻ ഒരിടമുണ്ട്. എന്നിട്ട് ഈ 13 ആയത്തുകൾ ഏതാന്ന് കണ്ടെത്തുക. മനസ്സിലാക്കണം. അപ്പം എല്ലാ രോഗികളെയും നമ്മുടെ ഈ നാട്ടിലുള്ള, നമ്മൾ ഈ പരിപാടി വെച്ച സ്ഥിതിക്ക്, നമ്മളിപ്പോൾ നല്ലൊരു പരിപാടി വെച്ചു അല്ലേ? ഇന്നെന്തൊരു ആംബുലൻസിൻ്റെ പരിപാടി ഉണ്ട് അല്ലേ? എന്താണ് അത്? കഴിഞ്ഞോ അല്ലേ? നല്ല പരിപാടിയാണ്. കാരണം ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന കാര്യമല്ലേ? ജനങ്ങൾക്ക് വലിയ ഉപകാരം കിട്ടുന്ന കാര്യമാണല്ലോ ആംബുലൻസ്. ഈ മഹല്ലേ വലിയ ഉപകാരമുള്ള കാര്യമാണ്. വാടകയില്ല, ഫ്രീ ആയിട്ട്. മാഷാ അല്ലാ, മാഷാ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതിനൊക്കെ സഹായിച്ച വ്യക്തികളുണ്ടാവല്ലോ. ഓ എല്ലാം ഫ്രീ. ഓ അല്ലാഹു ആ സംരംഭത്തെ വിജയിപ്പിച്ചു തരട്ടെ. അതിനെ സഹായിച്ചവർക്ക് അറ്റമില്ലാത്ത പ്രതിഫലം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബത്തിൽ, അവർ കുടുംബത്തിൽ അവരുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ അല്ലാഹുവേ ഇത്രയും വലിയൊരു സേവനം ചെയ്യാൻ മനസ്സ് കാണുക. അതിന് ആരൊക്കെയോ പൈസ കൊടുത്താലല്ലേ ഒരു വ്യക്തി കൊടുത്താൽ എനിക്കറിയില്ല. എന്തായാലും എത്രയോ ആളുകൾ ചേർന്നാണല്ലോ ഈ വലിയ നന്മ. വളരെ വേഗത്തിൽ നമുക്കൊരു സ്ഥലത്തേക്ക് രോഗിനെ എത്തിക്കണമെങ്കിൽ ഇത് വലിയ കാര്യമാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. 2 ഡ്രൈവർമാർ സ്ഥിരമായിട്ട് അതിന് ഫ്രീ ആയിട്ട് എനി ടൈം. വലിയ കാര്യമാണിത്, വലിയ കാര്യമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ മനുഷ്യൻ്റെ വേദന, മനുഷ്യൻ്റെ വിഷമം, പ്രയാസം, ദുരിതം വലുതാണ്. നിരന്തരം കാണുന്നൊരു വ്യക്തി എന്നുള്ള നിലക്കാണ് ഞാനീ പറയുന്നത്. നിരന്തരം കാണേണ്ടി വരുന്നൊരു വ്യക്തി. അള്ളാഹു ആ പ്രതിഫലം, ആ ഒരു എന്താ പറയുക, എത്ര വലിയ കർമ്മമാണ് അള്ളാഹുവേ അവർക്കൊക്കെ. അതുപോലെ അതിൽ സേവനം ചെയ്യുന്ന ഡ്രൈവർമാർക്ക്, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക്, ഈ സംഘടനാ ഭാരവാഹികൾക്ക്, ഇവിടുത്തെ ഇതിൻ്റെ കാരണവന്മാർക്ക് അള്ളാഹുവേ നീ അറ്റമില്ലാത്ത പ്രതിഫലം കൊടുക്കണേ. അള്ളാഹ് അറ്റമില്ലാത്ത പ്രതിഫലം നീ കൊടുക്കണേ തമ്പുരാൻ. ദുനിയാവിലും ആഖിറത്തിലും അവരെ കാര്യം നീ എളുപ്പത്തിലാക്കണേ തമ്പുരാൻ. വലിയ കാര്യമാണ്. അപ്പം അതുപോലെ നമ്മുടെ നാട്ടിലെ രോഗികളെ സംരക്ഷിക്കാൻ, രോഗികളെ സ്ഥിരമായി രോഗത്തിൽ നിന്ന് അവരെപ്പോഴത്തേക്കുമായി രക്ഷപ്പെടുത്താൻ പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കണം. അതിന് SYS പോലത്തെ സംഘടനകൾ മുന്നോട്ട് വരണം. അതെങ്ങനെയെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങൾ അതിനുവേണ്ടി ഒരു സംവിധാനം കാണണം, നിശ്ചയം കാണണം. രോഗികൾ മാത്രമേ അവിടെ ഇരിക്കാവൂ. രോഗമില്ലാത്ത ആളുകൾക്ക് ആ സദസ്സിൽ പ്രവേശനം കൊടുക്കരുത്. രോഗികളെ മാത്രം ഇരുത്തുക. എന്നിട്ട് ഈ പറയുന്ന ആയത്തുകൾ അതിൻ്റെ ചിട്ടയിൽ, അതിൻ്റെ എല്ലാവിധ ചിട്ടയിലും, ഞാൻ ഉദ്ദേശിച്ച തജ്വീദ്, മഖ്റജ്, എല്ലാ ചിട്ടയിലും അവരെ പഠിപ്പിക്കുക. കാരണം അവരിപ്പോൾ ആശുപത്രി പോകില്ലേ, ടെസ്റ്റ് ചെയ്യൂലേ, ലാബിൽ പോകുന്നില്ല, എന്തെല്ലാം ചെയ്യുന്നു സൂക്കേട് മാറാൻ വേണ്ടിയിട്ട്. എന്നതുപോലെ രോഗം മാറാൻ വേണ്ടി നമ്മളെ മഹല്ലിലെ രോഗികൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഖുർആനിലെ 13 ആയത്തുകൾ തെറ്റുകൂടാതെ ഓതാൻ പഠിക്കുന്നു. ഒന്നാമത്. രണ്ടാമത് ഈ 13 ആയത്തുകളുടെ അർത്ഥം പഠിക്കുന്നു. മൂന്നാമത് ഈ 13 ആയത്തുകളുടെ ബയാൻ പഠിക്കുന്നു. അപ്പോഴത്തേക്കും ഇവരുടെ ശരീരത്തിൽ രോഗം നശിച്ചു പോയിട്ടുണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലാക്കണം, എളുപ്പ വഴികൾ ഉണ്ടാകുമ്പോൾ എന്തിനാ നമ്മൾ പ്രയാസത്തിൻ്റെ വഴി സ്വീകരിക്കുന്നത്? ആവശ്യമില്ലല്ലോ, ഇല്ല. അപ്പോൾ അത്തരം ചില വഴികൾ കൂടി നിങ്ങൾ ഇതിൻ്റെ ഭാഗമായി ആരംഭിക്കണം. ബഹുമാനപ്പെട്ട SYSൻ്റെ നേതാക്കന്മാർ അതിന് മുൻകൈയെടുക്കണം. അതൊരു നാടിന് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമായിരിക്കും.
ഒരു പക്ഷേ കോടി രൂപ സമാഹരിച്ചിട്ട് ഈ നാട്ടിലെ രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ അള്ളാഹുവിങ്കൽ പുണ്യമുള്ള അമലായിരിക്കും ഒരു രൂപയുടെ സാമ്പത്തിക ബാധ്യതയില്ലാതെ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്ന് മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പലർക്കും രോഗം ഭേദമാവാത്തത് ഏതു കാരണത്താലാണ് എനിക്ക് രോഗം വന്നത് എന്നറിയാത്തത് കൊണ്ടാണ്. അപ്പം രോഗി ആദ്യം ചെയ്യേണ്ടത്, ശിഫയാവണം എന്നാഗ്രഹമുണ്ടെങ്കിൽ, മരുന്ന് കുടിച്ച് മടുത്തു പോയെങ്കിൽ, വലിയ സാമ്പത്തിക ബാധ്യത വന്നു പോയെങ്കിൽ, എനിക്കെന്ത് തന്നെ വന്നാലും ഈ രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, രോഗി ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഏതു കാരണത്താലാണ് ഈ രോഗത്തിൽ എത്തിപ്പെട്ടത് എന്ന് പഠിക്കണം. ചില ആളുകളൊക്കെ വന്നിട്ട് എന്നോട് പറയാറുണ്ട്, ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഷുഗർ ഉണ്ടായിന്, അതുകൊണ്ട് എനിക്കൊരു ഷുഗർ വന്നു. എളുപ്പമായി. ആ കുറ്റം കൂടി ആരെ തലയിലായി? ആ പരാതി കൂടി ആരെ തലയിലായി? ഇച്ചങ്ങായി വയറ് നിറച്ച് തിന്നത് ഒരു പരാതിയില്ല. ഏത്? ഇയാൾ വയറ് നിറച്ച് എപ്പോഴും തിന്നുന്നതുകൊണ്ടാണ് ഇയാൾക്ക് ഷുഗർ വന്നത് എന്ന് ഇയാൾ പറയില്ല. ഇയാൾ എന്താ പറയാ? ഉപ്പാക്ക് ഷുഗർ ഉണ്ടായിന്, അതുകൊണ്ട് എനിക്ക് ഷുഗർ. ഒരർത്ഥത്തിൽ ഉപ്പ പ്രതിയാണ്, കാരണം ഉപ്പ വല്ലാണ്ട് തിന്നാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഹബീബുനാ സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനപ്പുറം പിന്നെ പറയാനില്ലല്ലോ. എല്ലാ രോഗത്തിൻ്റെയും മാതാവ് വയറാണ്, സർവ്വരോഗത്തിൻ്റെയും മാതാവ് വയറാണ്. ഒരു മനുഷ്യൻ ആദ്യമായി രോഗിയാവുന്നത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ്. മനസ്സിലാക്കണം. വയറ് നിറയെ ഭക്ഷണം കഴിച്ചു ശീലമുള്ള മനുഷ്യൻ നിശ്ചയം രോഗിയാവും. രോഗം വരാൻ ഒന്നാമത്തെ കാരണം വയറ് നിറയെ ഭക്ഷണം കഴിക്കലാണ്. അപ്പം നമ്മളിൽ പലർക്കും നമ്മൾ രോഗിയായി തുടരുന്നതിൻ്റെ കാരണം പിടികിട്ടി. ഇനിയിപ്പോൾ ഞാനൊന്നും പറയാനില്ല, പ്രസംഗം നിർത്താം. രോഗിയായി തുടരുന്നതിൻ്റെ കാരണം രോഗം വരാനുള്ള കാരണം തന്നെയാണ്. മഹാനായ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും ചീത്തയായ പാത്രം വയറാണ്. 1/3 ഭാഗം ഭക്ഷണത്തിന്, 1/3 ഭാഗം വെള്ളത്തിന്, 1/3 ഭാഗം മനുഷ്യൻ വയറ് കാലിയാക്കി വെക്കണം. എന്തിന്? ആരോഗ്യത്തിന്. അപ്പം വയറിൻ്റെ 1/3 ഭാഗം കാലിയായി നിൽക്കാത്ത മനുഷ്യൻ രോഗിയാവും. അപ്പം കുട്ടികളെ രോഗിയാക്കുന്നത് ഉമ്മമാരാണ്. വയറ് നിറച്ച് തിന്നു മോനെന്ന് ഉപദേശിക്കാത്ത ഉമ്മണ്ടോ? ഇതെല്ലാം കൂടി പ്രശ്നമാവോ? നിങ്ങൾ പറയ്. ഒട്ടിയ വയറ് കാണുമ്പോൾ സങ്കടമല്ലേ? അപ്പം നമ്മൾ ചെറുപ്പകാലത്ത് ആകെ പരിശ്രമിക്കുന്ന കാര്യം എന്താണ്? കുട്ടികളെ വയറ് നിറച്ച് തിന്നിക്കാൻ പേടിപ്പിച്ചിട്ടല്ല തിന്നിക്കുന്ന ഉമ്മമാരുണ്ട്. ഏത്? പേടിപ്പിക്കുക, കുട്ടികളെ പേടിപ്പിക്കുക. നിന്നെ പിടിക്കാൻ ആൾ വരുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നൊരു വാക്കാണ്, ഇവിടെ എന്താ പറയാത്തറിയില്ല. പിടിക്കാൻ ആൾ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ സ്ഥിരമായി റോട്ടുമറ്റ പോകുന്ന ചില ആളൊക്കെ ചില വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഭീകരജീവിയായിരിക്കും. അത് നിങ്ങളറിയില്ല കേട്ടോ. നിങ്ങളെപ്പോഴും അതിൻ്റെ മുറ്റത്തെ പോകുന്നുണ്ടാവും. പക്ഷേ ചില പെണ്ണുങ്ങന്മാർ ചെയ്യുന്നൊരു പരിപാടി എന്താ, അയാൾ വരുന്നുണ്ട്, ഇന്നെ പിടിക്കാനാണ് വരുന്നത്. അയാളെ കാണുമ്പോൾ കുറച്ച് പേടി തോന്നുന്ന രൂപത്തിലും ആയിരിക്കും. ആ പാവം മനുഷ്യരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അമ്പകയിൽ വയറ് നിറച്ച് തിന്നുന്ന എത്രയോ കുട്ടികൾ പല വീട്ടിലും ഉണ്ടാവും. ഇല്ലയെന്ന് സ്ത്രീകൾക്ക് പറയാൻ പറ്റില്ല. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ 2 കാര്യത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നിർബന്ധിക്കാറില്ല. എനിക്ക് 4 പിള്ളേരുണ്ട്. 2 കാര്യത്തിൽ എൻ്റെ മക്കളെ ഞാൻ നിർബന്ധിക്കാറില്ല. ഒന്ന് ഭക്ഷണം കഴിക്കാൻ, മറ്റൊന്ന് പഠിക്കാൻ. പേടിയാകുന്നുണ്ടോ രണ്ടാമത്തെ പറഞ്ഞപ്പോൾ? പഠനത്തിൻ്റെ പേരിലാണ് പല കുട്ടികളും വീട്ടിൽ പീഡിപ്പിക്കപ്പെടുന്നത്. ഉമ്മമാരേറ്റവും കൂടുതൽ കുട്ടികളെ ചീത്ത പറയുന്ന കാര്യം ഏതാ? നിങ്ങളെന്താ ഒന്നും പറയാത്തത്? ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉമ്മമാരിൽ നിന്ന് ചീത്ത കേൾക്കേണ്ടി വരുന്നത് 3.5 വയസ്സിലും 4 വയസ്സിലും അടി വാങ്ങേണ്ടി വരുന്നത് പഠനത്തിൻ്റെ പേരിലാണെന്ന് ഞാൻ പറഞ്ഞാൽ എതിർക്കാൻ കഴിയുന്ന പുരുഷന്മാരുണ്ട് ഈ കൂട്ടത്തിൽ. 4 വയസ്സിൽ പിള്ളേർ തല്ലുവാങ്ങി. 4 വയസ്സിൽ തല്ലുവാങ്ങാത്ത ഏതെങ്കിലും കുട്ടി സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ?
ഹോംവർക്കിൻ്റെ പേരിൽ എഴുതിക്കൊണ്ട് പോകാൻ പറഞ്ഞതിൻ്റെ പേരിൽ, ചിത്രം വരക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ PTA വിളിച്ചതിൻ്റെ അന്ന് ടീച്ചറുടെ രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ വെച്ച് ഉമ്മാനോട് നിങ്ങളെ കുട്ടി എന്താ തീരെ പഠിക്കാത്തത് എന്ന് ചോദിച്ചതിൻ്റെ വാശി തീർക്കാൻ വേണ്ടി 4 വയസ്സോ 5 വയസ്സോ പ്രായമുള്ള കുഞ്ഞുങ്ങൾ തല്ലുകൊള്ളാത്ത വീടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ? ആ വീട് നല്ല വീടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ കാര്യം അതാണ്. 2 കാര്യത്തിൽ കുഞ്ഞുങ്ങളെ നിർബന്ധിക്കാൻ പാടില്ല. ഒന്ന് ഭക്ഷണം കഴിക്കാൻ, മറ്റൊന്ന് പഠിക്കാൻ. കാരണം പഠിക്കാൻ ജന്മനാ തന്നെ കഴിവുമായിട്ടാണ് കുട്ടികൾ വരുന്നത്. നിഷേധിക്കാൻ കഴിയുന്ന ഒരു ചിൽഡ്രൻ സൈക്കോളജിസ്റ്റ് ഉണ്ടോ നിങ്ങളുടെ അറിവിൽ? പഠനത്തിന് പേടിപ്പിക്കണം, പഠനത്തിന് പുഷ് ചെയ്യണം, പഠനത്തിന് ഇങ്ങനെ തന്നെ ഭയങ്കര ഫോഴ്സ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു ചിൽഡ്രൻ സൈക്കോളജിസ്റ്റ് ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? പഠിക്കാനുള്ള താല്പര്യത്തോടെയാണ് മനുഷ്യൻ ജനിക്കുന്നത്. ശരിയായ പഠനങ്ങൾ നടക്കാത്തതാണ് മനുഷ്യൻ ശാരീരിക ബലഹീനത അനുഭവിക്കുന്നത്. ആരോഗ്യശാസ്ത്രം പറയുന്നിടത്ത് മനുഷ്യൻ്റെ ആരോഗ്യം ചോർന്നു പോകുന്നതിൻ്റെ കാരണങ്ങൾ പഠിക്കുന്നിടത്ത് ഒരുപാട് കാരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ 2 പ്രധാന കാരണങ്ങൾ ഒന്ന്, ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരങ്ങൾ കിട്ടാത്ത മനുഷ്യർ മനസ്സ് മുരടിച്ചു പോകും. ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടുന്നില്ല പല കുട്ടികൾക്കും. നമ്മുടെ കുട്ടികളിലെ ചെറിയ മക്കൾ പലപ്പോഴും ശാരീരികമായും മാനസികമായും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം അവരുടെ ചോദ്യങ്ങൾക്ക് ശരിയായ ആൻസർ കിട്ടുന്നില്ല. ഉമ്മമാരോട് ചോദിച്ചാൽ ആൻസർ ഇല്ല, ഉപ്പമാർക്ക് ചോദ്യം കേൾക്കാൻ സമയമില്ല. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന സമയം ഏർലി ചൈൽഡ്ഹുഡ്, ഏറ്റവും ചെറിയ പ്രായമാണ്. ആദ്യത്തെ 3 വയസ്സ് അല്ലെങ്കിൽ കൂടി 5 വയസ്സ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രായം, ഏതാണ്? ഈ പ്രായമാണ്. അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ? പക്ഷേ പേടിപ്പിച്ച് ചോദ്യങ്ങളെ മുരടിപ്പിച്ച് നിർത്തി കുട്ടികളുടെ വ്യക്തിത്വം വളരാതെ പോവുകയാണ്. അപ്പോൾ മനുഷ്യൻ രോഗിയാവുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം വയറ് നിറയലാണെന്ന് ഇമാം ഇബ്നു സീന റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ദഹ്ബി റഹ്മത്തുള്ളാഹി അലൈഹി, ഒരു മനുഷ്യൻ രോഗിയാവുന്നത്, ഒരു മനുഷ്യൻ പ്രമേഹ രോഗിയാവുന്നത്, ഹൃദ്രോഗിയാവുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം വയറ് നിറയലാണ്. ലോകപ്രശസ്ത പണ്ഡിതൻ, ഖുർആനിൽ അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതൻ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ജൂതനായ ഒരു സഹോദരൻ ചോദ്യം ചോദിക്കുകയുണ്ടായി. ഖുർആൻ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിച്ച ഗ്രന്ഥമാണല്ലോ. എല്ലാ പ്രശ്നങ്ങൾക്കും ഖുർആനിൽ പരിഹാരമുണ്ടോ? ഉണ്ട്. എങ്കിൽ ശാരീരിക രോഗം വരാതിരിക്കാൻ, നല്ല ചോദ്യമാണ്, വളരെ ഗൗരവമുള്ള ചോദ്യമാണ് ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചത്. വലിയ ചോദ്യമാണിത്. ശാരീരിക രോഗം ഒരു മനുഷ്യന് പിടികൂടാതിരിക്കാൻ ഖുർആൻ പറഞ്ഞ പ്രതിരോധ മാർഗം ഒന്ന് പറയ്. പള്ളികൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്, മദ്രസകളിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്, മുസ്ലിം കമ്മ്യൂണിറ്റി ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്. പോളിയോ വാക്സിൻ കൊടുക്കാൻ മദ്രസ തുറന്നു കൊടുക്കലല്ല നമ്മുടെ ബാധ്യത, മദ്രസയിൽ അതിനെ ഒഴിവ് കൊടുക്കലല്ല ബാധ്യത. ഖുർആൻ പറഞ്ഞ പ്രതിരോധം പറയലാണ് നമ്മുടെ ബാധ്യത. അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇല്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ആലിം ജീവിച്ചിരിക്കുന്നുണ്ടോ? മരിച്ചു പോയിട്ടുണ്ടോ? ഖുർആനിൽ രോഗത്തിന്റെ പ്രതിരോധം ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ആലിം ജീവിച്ചിട്ടുണ്ടോ? മരിച്ചു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹിയോടാണ് ചോദ്യം. ഇസ്ലാമിക സമൂഹം ഈ ദൗത്യം നിർവഹിക്കണം. രോഗം വരാതിരിക്കാൻ, ശാരീരിക രോഗം വരാതിരിക്കാൻ ഖുർആൻ വല്ല പ്രതിരോധവും പറഞ്ഞിട്ടുണ്ടോ? നല്ല ചോദ്യമല്ലേ ഇത്? ഇത് പറയേണ്ട കാലമല്ലേ ഇത്? ഉണ്ട്. ജൂതനായ സഹോദരന് മറുപടി റംലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടിയാണ്. ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഖുർആനിൽ നിന്ന് പറയണം. ഖുർആൻ തന്നെ പറയണം, കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിന്റെ ചെറിയ ഭാഗം ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി ഓതിയ ആൾ നിസ്സാരക്കാരനല്ല.
ചോദ്യം ചോദിച്ചയാളും നിസ്സാരക്കാരനല്ല. കുലു, നീ ഭക്ഷണം കഴിക്കണം. വഷ്റബു, നീ വെള്ളം കുടിക്കണം. വലാ തുസ്രിഫു, ഭക്ഷണം കഴിക്കുന്നതിലോ വെള്ളം കുടിക്കുന്നതിലോ നീ അമിതം പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ ഒരാൾ രോഗിയാവുന്നത് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിലാണ്, അഥവാ കഴിച്ചാലോ അമിതമായതിൻ്റെ പേരിലുമാണ്. ഒരായത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പ്രസംഗം പെട്ടെന്ന് നിർത്താം. നിങ്ങൾ ഒരുപാട് നേരമായി ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുഷിപ്പുണ്ട് എന്ന് എനിക്കറിയാം. ഞാനൊരു 5 മിനിറ്റ് കൂടി പറഞ്ഞ് നിർത്താം. ഒരു 5 മിനിറ്റ് കൂടി. അതായത് ഖുർആനിൽ രോഗപ്രതിരോധമുണ്ടോ എന്നാണ് ചോദ്യം. മറുപടി കുലു വഷ്റബു വലാ തുസ്രിഫു. 3 വാക്കുകൾ. 3 വാക്കുകൾ. നീ ഭക്ഷണം കഴിക്കണം. വഷ്റബു, നീ വെള്ളം കുടിക്കണം. വലാ തുസ്രിഫു, ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലോ വെള്ളം കുടിക്കുന്ന വിഷയത്തിലോ നീ അമിതമാവരുത്. ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയരുത്. അതിൻ്റെ ഒരു അർത്ഥം അങ്ങനെയാണ്. ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാൻ പാടില്ല. ഓരോന്നിനും ഓരോ അളവ് നിർണയിച്ചിട്ടുണ്ട്. ആ അളവിനേക്കാൾ കൂടുതൽ ആ വസ്തു കഴിക്കരുത്. ഇപ്പം മാംസം, ഇറച്ചി ആഴ്ചയിൽ 1-2 തവണയൊക്കെ ശരീരത്തിന് ഗുണം ചെയ്യും, നല്ലതാ, കഴിക്കണം. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും മാംസം കഴിച്ചേ പറ്റൂ, ഒഴിവാക്കാൻ പറ്റില്ല. സമ്പൂർണ്ണ സസ്യബുക്കായിട്ടല്ല മനുഷ്യനെ അള്ളാഹു പടച്ചിരിക്കുന്നത്, മനസ്സിലാക്കണം. അപ്പൊ ആഴ്ചയിൽ 1 തവണയെങ്കിലും മാംസഭക്ഷണം കഴിക്കണം. കുലു, നീ ഭക്ഷിക്കണം. ആഴ്ചയിൽ 4 തവണയെങ്കിലും മത്സ്യം കഴിക്കണം. അപ്പൊ തീരെ മത്സ്യം കഴിക്കൂല, പറ്റൂല. അത് മത്സ്യം കഴിക്കണം. ആഴ്ചയിൽ 4 ദിവസമെങ്കിലും മത്സ്യം കഴിക്കണം. ഇലക്കറികൾ കഴിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 5 തരം ചീരകൾ കഴിച്ചിരുന്നു, ഇലക്കറി കഴിച്ചിരുന്നു. ഇലക്കറി കഴിക്കണം എന്ന്. ചുവന്നതും പച്ചയുമായ ചീരകളുണ്ട്. മുരിങ്ങയില കഴിക്കണം. മറ്റു ചില സസ്യങ്ങളുടെ ഇലകൾ വേവിച്ചു കഴിക്കണം. പുതിന, ഇവിടെ എന്താ പറയാ, പുതിന ചപ്പ്, വളരെ അമൂല്യ ഗുണമുള്ള ഔഷധമാണ്, കഴിക്കണം. മദീന, നയന മദീന എന്നെ പേര്. അതിൻ്റെ പേര് തന്നെ നയന മദീന, മദീനയിലെ പുതിന. ഈ സൗദിയിലൊക്കെ പോയാൽ കട്ടൻ ചായയിൽ ഒരു പ്രത്യേക സ്മെല്ല് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അവരത് വലിയ ഔഷധ ഗുണമുള്ള വസ്തുവാണ്. അപ്പൊ ഇലക്കറികൾ കഴിക്കണം. വലിയൊരു പറഞ്ഞത് 3 വാക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങളിലേക്കുള്ള സൂചന നൽകുന്ന വാക്കാണ് പറഞ്ഞത്. കുലൂ, നീ ഭക്ഷിക്കണം. വഷ്റബൂ, നീ കുടിക്കണം. വലാ തുസ്രിഫൂ, നീ അമിതം പ്രവർത്തിക്കാൻ പാടില്ല. നിനക്ക് അനുവദിച്ചു തന്ന അളവിനേക്കാൾ കൂടുതൽ നീ ഭക്ഷിക്കരുത്. നിർഭാഗ്യവശാൽ കുഞ്ഞുനാളിലെ നമ്മുടെ കുട്ടികൾ പരിശീലിപ്പിക്കപ്പെടുന്നത് അമിതമായ അളവിൽ ഭക്ഷണം കഴിക്കാനാണ്. വയറ് നിറയെ തിന്നു മോനെ എന്ന് പറയുന്ന വാക്ക് ദയവ് ചെയ്ത് എൻ്റെ സഹോദരിമാർ ഇനി പറയരുത്. ദയവ് ചെയ്ത് സഹോദരിമാർ പറയരുത്. വയറ് നിറയെ ഭക്ഷണം കഴിക്കൂ എന്ന ഉപദേശം ഇനി പാടില്ല. അത് മനുഷ്യനെ രോഗിയാക്കും. അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട ശൈലി എന്താണ്? 1/3 ഭാഗം ഭക്ഷണം, 1 ഭാഗം വെള്ളം, ബാക്കി 1 ഭാഗം വായുവിന്. ശരീരത്തിൽ വായു സഞ്ചാരം നന്നായി നടക്കാൻ, ശരീരത്തിൽ വായു സഞ്ചാരം നന്നായി നടക്കാൻ വേണ്ടിയാണ്. ഇത് വിശദമായി പറയണമെങ്കിൽ ഈ ഒരൊറ്റ കാര്യത്തിന് മാത്രം എനിക്കൊരു 3 മണിക്കൂറെങ്കിലും വേണം. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യത്തിൻ്റെ വിഷയം പറയാൻ മാത്രം ചുരുങ്ങിയതൊരു 3 മണിക്കൂറെങ്കിലും വേണം. മനുഷ്യൻ ഒരു നിലയിലും എല്ലാ ദിവസവും മനുഷ്യൻ കഴിക്കേണ്ടുന്ന ഭക്ഷണമുണ്ട്. ഒരു ദിവസം പോലും അത് ഉപേക്ഷിക്കാൻ പാടില്ല. പഴമാണ്. പഴം ഇല്ലാത്തൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അപ്പൊ കുലു എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കഴിക്കേണ്ട ഭക്ഷണം പഴം. നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് ആദം അലൈഹിസ്സലാം സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ ഭക്ഷണമായി കൊണ്ടുവന്നത് പഴമാണ്. അപ്പോൾ
വല്ലപ്പോഴും കഴിക്കേണ്ടതല്ല പഴം. അരിയാഹാരം തിന്നതിന് ശേഷം കഴിക്കേണ്ടതല്ല പഴം. പഴം ഒരു ഭക്ഷണം തന്നെയാണ്. അപ്പം രാവിലത്തെ ഭക്ഷണം പഴമാക്കുന്നതാണ് നല്ലത് ആരോഗ്യത്തിന്. മനസ്സിലായില്ലേ? എല്ലാ ദിവസവും രാവിലെ പഴം ഭക്ഷണമാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞങ്ങളുടെ കണ്ണൂരൊക്കെ രാവിലെ നേന്ത്രപ്പഴം ഒരു പ്രധാന ശീലമാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കോഴിക്കോട് ജില്ലയിൽ കായ് വറുത്തതും മിച്ചറുമാണ് രാവിലത്തെ ചായക്ക് അല്ലേ അധിക സ്ഥലത്തും. കാരണം ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്, എൻ്റെ വീട് മാവൂരാണ്. മനസ്സിലായില്ലേ? ഞാൻ മാവൂരാണ്, താമസം കണ്ണൂരാണെന്നേ ഉള്ളൂ. എൻ്റെ പിതാവ് ജനിച്ച് വളർന്ന നാട് മാവൂർ വള്ളലശ്ശേരിയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് അടുത്താണല്ലോ അല്ലേ? 5 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം എൻ്റെ പിതാവ് കുവ്വത്തുൽ ഇസ്ലാം അറബി, മുമ്പ് ഷംസുൽ ഉലമ മഹാനവറുകളൊക്കെ ജോലി ചെയ്ത കുവ്വത്തുൽ ഇസ്ലാമിൽ അധ്യാപകനായി ജോലിക്ക് അവിടെ എത്തിയത് കൊണ്ട് അവിടെ കല്യാണം കഴിച്ചു. അപ്പം അങ്ങനെ എൻ്റെ നാട് കണ്ണൂരായതാണ്. അപ്പം എൻ്റെ ശരിയായ നാട് ഏതാണ്? മാവൂർക്കാരനാണ്. അപ്പം എനിക്കറിയാം ഇവിടുത്തെ മിച്ചറും തർക്കടില്ല, നല്ല തന്നെയാണ്. പക്ഷെ പഴമായിരിക്കണം തുടങ്ങേണ്ടത്. ഒരു മനുഷ്യൻ്റെ ഭൂമിയിലെ ആദ്യത്തെ ഭക്ഷണം പഴമായിരുന്നു. ആദം നബി അലൈഹി സ്വലാം ഭൂമിയിൽ വേറൊന്നും കിട്ടാത്തത് കൊണ്ടൊന്നും അല്ലല്ലോ. മനുഷ്യൻ ഭൂമിയിൽ എന്താണ് കഴിക്കേണ്ടത്? അള്ളാഹു ആണല്ലോ റസാക്ക്. അപ്പം റസാക്ക് തന്നെയാണല്ലോ എങ്ങനെയാ കഴിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നവൻ ആണ്. അപ്പം അള്ളാഹു ആദം നബി അലൈഹി സ്വലാം 16 17 ഇനം വ്യത്യസ്ത പഴങ്ങൾ കൊടുത്തു ഭൂമിയിലേക്ക് വരുമ്പോൾ. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അറബികൾ ഏറ്റവും പ്രധാനമായി കഴിക്കുന്ന പഴം, അവരെപ്പോഴും ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കും. അവരുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഴം ഈത്തപ്പഴമാണ്. അപ്പോൾ വെളിയങ്കോട് ഉമർഖാലി എന്ന് പറഞ്ഞിട്ട് വലിയൊരു വൈദ്യശാസ്ത്ര പണ്ഡിതരുണ്ട്, മരിച്ചുപോയി, വഫാത്തായിപ്പോൾ, വലിയ മഹാൻ വെളിയങ്കോട് ഉമർഖാലി തങ്ങൾ. അദ്ദേഹം പറഞ്ഞത് കേരളക്കാർക്ക് ഏറ്റവും നല്ലത് നേന്ത്രപ്പഴമാണെന്നാ. കേരളക്കാർക്ക് ഏറ്റവും നല്ലത് നല്ല പഴുത്ത നേന്ത്രപ്പഴം. നല്ല ആഫിയത്തുണ്ടാവും. നിങ്ങൾ സ്ഥിരമായി 1 2 നല്ല പഴുത്ത നേന്ത്രപ്പഴം രാവിലെ കഴിക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാം ചിലവ് കുറയുന്നൊന്നും പേടിക്കണ്ട, വൈകുന്നേരം കഴിച്ചോളി. ഇനി ഞാൻ വന്ന വകയിൽ അത് കച്ചവടം ചെയ്യുന്നവർക്ക് കച്ചവടം മുടങ്ങണ്ട. അല്ല, അങ്ങനെ ഉണ്ടല്ലോ, അതിൻ്റെ കച്ചവടം ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾ വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കുക. അത് നഷ്ടപ്പെടുത്തണ്ട, ഒരു രസമുള്ള സാധനമല്ലേ. അപ്പോൾ രാവിലെ ഫസ്റ്റ് ഫുഡ് അത്തിപ്പറ്റ അള്ളാഹു ഖബർ വിശാലമായി കൊടുക്കട്ടെ. മഹാനവറുകൾ രാവിലെ സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് നേന്ത്രപ്പഴം കഴിക്കും. ഈത്തപ്പഴം ഉണ്ടാവും. ഞാൻ ആ മഹാനുഭാവൻ്റെ കൂടെ ഒരുപാട് ഇടയ്ക്കിടെ പോയി അവിടെ താമസിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത്. അപ്പോൾ ഒരു 2 വർഷം മുമ്പ് 2-2.5 വർഷം മുമ്പ് ഞാൻ മലപ്പുറം ജില്ലയിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരു ക്ലാസ് എടുക്കാൻ പോകാറുണ്ടായിരുന്നു. അത് വൈകുന്നേരം വരെ ഉണ്ടാവും. പിന്നെ വൈകുന്നേരം പോയിട്ട് ഉസ്താദിൻ്റെ വീട്ടിൽ താമസിക്കും, അല്ലെങ്കിൽ പിന്നെ ഗ്രേസ് വാലി പോയി താമസിക്കും. രാവിലെ ഉസ്താദിൻ്റെ കൂടെ സലാത്തെല്ലാം ചൊല്ലിയിട്ടാണ് പിന്നെ കണ്ണൂർ പോവുക. ആ താമസത്തിനിടയിൽ കണ്ട ഒരു വലിയ കാഴ്ചയാണ് ഏത്? കുറേ നന്മകൾ കണ്ട കൂട്ടത്തിലൊരു വലിയ നന്മയായിരുന്നു ഏത്? രാവിലെ മഹാനുഭാവൻ സുബഹി നിസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് പഴുത്ത നേന്ത്രപ്പഴവും ഈത്തപ്പഴവും ചായയും കഴിച്ചിട്ടേ നിസ്കാരത്തിലേക്ക് പോകാറുള്ളൂ. ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ല സമയതാണ്. ഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ല സമയതാ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള സമയമാണ്. അതാണ് റമദാൻ മാസം അത്താഴം നമുക്ക് പഠിപ്പിച്ചത്. വെള്ളം വേണ്ട, ചായ നല്ലത്. ചായ തന്നെയാണ് നല്ലത്. വെള്ളമായിട്ട് കുടിക്കുക. മനസ്സിലായില്ലേ? വെള്ളം പറ്റാണ്ടൊന്നുമില്ല. പഴം കഴിച്ചാൽ പിന്നെ എന്തോ തുടക്കം പഴമായാൽ നന്നായി. അള്ളാഹു തൗഫീഖ്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. സമയം എനിക്ക് പേടിയാവും, നിങ്ങൾ ഒന്നും വിചാരിക്കല്ല, ഞാൻ ഇതും കൂടി പറഞ്ഞു നിർത്താം. അതായത് ഈ പിന്നെ നിങ്ങൾ അത്താഴത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്? അത്താഴം നോമ്പിന് അത്താഴത്തെക്കുറിച്ച് മുത്തുനബി പറഞ്ഞൊരു വാക്കറിയോ നിങ്ങൾ? സയ്യിദന മുഹമ്മദ് റസൂൽ എന്താ പറഞ്ഞ വാക്ക്? നിങ്ങൾ അത്താഴം ഉപേക്ഷിക്കരുത്, അത് ബർക്കത്തുള്ള ഭക്ഷണമാണ്. എന്താ ബർക്കത്ത്? അത്താഴത്തിലെ ബർക്കത്തിൻ്റെ കാരണം എന്താണെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചു. ഒരുപാട് കാരണങ്ങളുണ്ട് അത്താഴത്തിൻ്റെ ബർക്കത്തിൻ്റെ പിന്നിൽ. ഒന്ന്, അത് റമളാനിലെ ഭക്ഷണമാണ്, നോമ്പിന് വേണ്ടിയുള്ള ഭക്ഷണമാണ്, നോമ്പ് കരുതി കഴിക്കുന്ന ഭക്ഷണമാണ്. നോമ്പ് കരുതിയിട്ട് കഴിക്കുന്ന ഭക്ഷണമാണ് അത്താഴം, അതാണ് അതിൻ്റെ ബർക്കത്ത്. എന്നാൽ സമയങ്ങളിൽ, മനുഷ്യൻ ആസ്വദിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും ബർക്കത്തുடைய സമയം ഈ സമയമാണ്. ഏത് സമയം? ഈ അത്താഴത്തിൻ്റെ നേരമാണ്. അത്താഴത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, അത് ബർക്കത്തുള്ള ഭക്ഷണമാണ്. അപ്പോൾ
ആ ബർക്കത്ത് കിട്ടാൻ 2 മാസം ദ്വാരുന്നു. ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. എന്തേ ബർക്കത്ത് കിട്ടുന്ന സമയം റമളാനിലുണ്ട്. അപ്പൊ ചില ആളുകളൊക്കെ പറയും തറാവീഹ് കഴിഞ്ഞിട്ട് നന്നായി ഭക്ഷണം കഴിച്ചാണ്, അതുകൊണ്ട് ഞാൻ അത്താഴമൊന്നും കഴിക്കില്ല. ഇത്ര നിർഭാഗ്യവാനായ മനുഷ്യൻ ഈ നാട്ടിൽ വേറെ ഉണ്ടോ? നിങ്ങൾ പറയ്, ഇത്ര നിർഭാഗ്യവാനായ മനുഷ്യരുണ്ടോ? പിന്നെ അപ്പൊ അത്താഴം നിങ്ങൾ ഉപേക്ഷിക്കരുത്. പരിശുദ്ധ ഇസ്ലാം മനുഷ്യനെ ഒരു ജീവിതക്രമം പഠിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, സുന്നത്തുകൾ ഉപേക്ഷിക്കുന്നിടത്താണ് രോഗങ്ങളെന്ന്. ഓർമ്മണ്ടോ ആ വാക്ക്? ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞാൽ രോഗം വരാതിരിക്കാനുള്ള ജീവിതശൈലിയുടെ പേരെന്താണ്? സുന്നത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈലീ രോഗം, ജീവിതശൈലീ രോഗം. അപ്പൊ ശൈലി മാറിയപ്പോഴാണ് രോഗമുണ്ടായത്. അപ്പൊ രോഗം വരാതിരിക്കാനുള്ള ശൈലി ഏതാണ്? കുലൂ, നീ ഭക്ഷണം കഴിക്കണം. അപ്പൊ എപ്പോഴാ ഭക്ഷണം കഴിക്കാൻ പറ്റിയ സമയം? നല്ല പുലർച്ചെ സൂര്യോദയത്തിന്റെ 2 മണിക്കൂർ മുമ്പുള്ള സമയം. സൂര്യോദയത്തിന്റെ 2 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് പഴം ഭക്ഷണമായി കഴിക്കാൻ പറ്റുമെങ്കിൽ അന്നേ ദിവസം നിങ്ങൾ മറ്റൊന്നും കഴിച്ചില്ലെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് കോട്ടം വരില്ല. നോക്ക് നിങ്ങൾ, ശാസ്ത്രം പറയുന്ന ശൈലി നോക്ക് നിങ്ങൾ. നിങ്ങൾ സുബഹിൽ ഏറ്റവും ബർക്കത്തുടയ നേരത്ത് ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഭക്ഷണം കഴിച്ചു. ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ചില ആളുകളുടെ ജീവിത ചരിത്രം പരിശോധിച്ചു. 17-ാമത്തെ വയസ്സിൽ ലോകാത്ഭുതമായ ഒരു മനുഷ്യനുണ്ട്. 17-ാമത്തെ വയസ്സിൽ ലോകാത്ഭുതം. അറിവിൽ, ബുദ്ധിയിൽ, ഓർമ്മശക്തിയിൽ, മിടുക്കിൽ, സർവത്തിലും ലോകാത്ഭുതമായ മനുഷ്യൻ ഇബ്നു സീന. ഇബ്നു സീനയുടെ ഭക്ഷണ ശൈലി പരിശോധിച്ച് നോക്കി. മൂപ്പർ ഇത്ര വലിയ അത്ഭുതമാവാൻ എന്തായിരിക്കും കാരണം? ആകെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആകെ ഭക്ഷണം രാവിലെ കഴിക്കുന്ന പഴമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? രാവിലെ കഴിക്കുന്ന പഴമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഭക്ഷണം. പലപ്പോഴും ഒന്നും കഴിക്കാറില്ല. അപ്പൊ കുലു, നീ ഭക്ഷിക്കുക. വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം രാവിലെ കഴിക്കാൻ ഏറ്റവും നല്ല പഴം നേന്ത്രപ്പഴമാണ്, ഏത്തപ്പഴമാണ്. പക്ഷെ നന്നായി പഴുത്ത് തൊലി കറുക്കണം. മഞ്ഞത്തൊലിയുള്ള പഴത്തിന് ഗുണം കുറവാണ്. പഴുത്ത് തൊലി കറുത്താലേ ഗുണം കൂടുള്ളൂ, ശരിയായ ഗുണം കിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ ഇന്ന് മുതൽ നാളെ സുബഹ് മുതൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, നല്ല പഴുത്ത നേന്ത്രപ്പഴം 2 കഴിച്ച്, ഈത്തപ്പഴം വീട്ടിലുള്ള വകയിൽ അതൊരു 3-4 കഴിച്ച്, പശുവും പാല് കിട്ടുമെങ്കിൽ അതും കുടിച്ചു, ഉച്ചക്ക് ഉപ്പേരിയാക്കിയിട്ട് ബീൻസും അമരയും ഒക്കെ കഴിച്ചു, ഇടയ്ക്കിടെ മുതിരയൊക്കെ കഴിച്ചു. പിന്നെ നിങ്ങൾക്ക് മുട്ട് മടക്കാൻ പ്രയാസം ഉണ്ടാവില്ല. ഡോക്ടർ ഇങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് ചോദിക്കും, അത് നിങ്ങൾ കാണിക്കാൻ വരാത്തത്? ഏത് മുട്ടുരോഗം മാറി? കാലിന് മുട്ട് മടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ രോഗമില്ല, സൂക്കേട് മാറി. ഇതിൻ്റെ സീക്രട്ടായിരിക്കും പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ പബ്ലിക്കായിട്ടാണ് പറഞ്ഞെങ്കിലും ഡോക്ടർക്ക് ഇത് പറഞ്ഞു കൊടുക്കണ്ട. ഇത് മുട്ടുവേദന, മുട്ടുനീര്, മുട്ട് മടങ്ങണില്ല എന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി നിങ്ങൾ നടക്കണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മറ്റൊരു കാര്യം കൂടി ഞാൻ ചേർത്തു പറയുന്നു. അതറിയണമല്ലോ. അത്താഴം നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞ മുത്ത് റസൂൽ പറഞ്ഞ വേറൊരു വാക്ക്, അത്താഴത്തിന് ഏറ്റവും നല്ലത് പഴമാണ് എന്നുകൂടി പറഞ്ഞു. അങ്ങനെയും കൂടി പറഞ്ഞു. അത്താഴത്തിന് ഏറ്റവും നല്ലത് പഴമാണ്. ചില നാട്ടിൽ പുട്ട് കഴിക്കുന്നവരുണ്ട്, പത്തിരി കഴിക്കുന്നവരുണ്ട്, കഞ്ഞി കുടിക്കുന്നവരുണ്ട്. ഇവിടെ എന്താണ് അത്താഴത്തിന് കഴിക്കാൻ? ചോറ് കഴിക്കുന്നവരുണ്ട്. ഉറക്കം തൂങ്ങാൻ വേറെ പോണ്ട്. അത്താഴത്തിന് ചോറ് കഴിക്കുന്നുണ്ടല്ലേ ഉറക്കം തൂങ്ങണ്. സുബഹി നിസ്കരിച്ച് 2ാമത്തെ സലാം വീട്ടുന്നുണ്ട് ചില ആൾ, അവിടെ കടന്നില്ലേ? റമദാനിലെ ഏറ്റവും അനുഗ്രഹീതമായ സമയം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത എന്തുകൊണ്ടാ? അത്താഴത്തിന്റെ സമയത്ത് ചോറ് കഴിക്കുന്നുണ്ട്. പുരുഷന്മാരെ, സ്ത്രീകൾക്ക് കുറച്ച് പണി ഒഴിവ് കൊടുക്കുക. അവർ അത്താഴം ഇനി ചോറാക്കണ്ടെന്ന് പറയട്ടാ, ആ പഴം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ നോമ്പോക്കി ഒരു ചെറിയ സമാധാനം കിട്ടട്ടെ അവർക്ക്. ഇത് പത്തിരി ചോറ് ഉണ്ടാക്കണം, ഇടയത്താഴം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവില്ലേ? ആ തറാവി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ശപ്പാട് ഉണ്ടാവില്ലേ? അതിനിടയിൽ നേരം കിട്ടിയാൽ പിന്നെയും കുടിക്കും. നോമ്പുകാലത്ത് ഭക്ഷണത്തോടൊരു പ്രത്യേക ആർത്തിയാണല്ലേ? അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വളരെ സൂക്ഷിക്കണം. റമദാൻ്റെ എല്ലാ ആത്മീയതയും ചോർത്തിക്കളയുന്നത് റമദാനിലെ ഭക്ഷണം.
റമദാൻ പോലെ അനുഗ്രഹീത ഒരു മാസം കിട്ടിയിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരാൾ പിന്നെ ജീവിതത്തിൽ രക്ഷപ്പെടില്ല. റമദാൻ നമുക്ക് നമ്മുടെ റമദാൻ നഷ്ടപ്പെടുന്ന ഭക്ഷണത്തിലൂടെ മാത്രമാണ്, വേറൊരു പ്രശ്നമില്ല. ഈ ഉമ്മത്തിന് റമദാൻ ഗുണം ചെയ്യാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, റമദാനിലെ ഭക്ഷണം, വിഭവസമൃദ്ധമായ ഭക്ഷണം മാത്രമാണ് കാരണം. നോമ്പ് തുറപ്പിക്കാന്നൊക്കെ കരുതിയാൽ നമ്മൾ മനസ്സിലാക്കിയ വയറ് നിറക്കലാണെന്നാ. നിങ്ങളറിയോ, അതിഥി വീട്ടിൽ വന്നാൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയൽ സുന്നത്താ. അതിഥിയായ വീട്ടിൽ നിന്ന് സാധാരണ കഴിക്കുന്നതിനേക്കാൾ ലേശം കഴിക്കൽ അനുവദനീയമാണ്, സുന്നത്തല്ല, അനുവദനീയമാണ്. ഏത് അത് മനസ്സിലാക്കണം. സാധാരണ വയറ് നിറച്ച് തിന്നാൻ എന്തില്ല, പാടില്ല. ഒരു അതിഥിയെ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൽ സുന്നത്താണ്. നീ കുറച്ച് കഴിക്ക് നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ നിങ്ങളുടെ വീട്ടിലെത്തിയ അതിഥി നോമ്പ് മുറിച്ച് വന്നാളാണെങ്കിൽ അയാളോട് കുറച്ചുകൂടി കഴിക്കൽ പറയൽ സുന്നത്തില്ല. എന്തുകൊണ്ട്? അയാളെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കരുത്. അയാൾ നോമ്പുകാരനായിരുന്നു. നോമ്പെടുത്ത് കാലിയായ വയറിലേക്ക് അമിത അളവിൽ ഭക്ഷണവും തടുത്ത വെള്ളമൊക്കെ എത്തി. അതല്ലേ നോമ്പുകാലത്തല്ലേ നമുക്ക് രോഗം വർദ്ധിക്കുന്നത്, നോമ്പുകാലത്തല്ലേ നമ്മളിൽ പലരും ബലഹീനരാകുന്നത്. തറാവീഹ് നിസ്കരിക്കാൻ ഉന്മേഷം കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. തറാവീഹിന്റെ സമയമാകുമ്പോഴേക്ക് ഉറക്കം തൂങ്ങുന്നില്ലേ? നമുക്ക് ക്ഷീണം കൂടുതലല്ലേ? നമ്മൾ പറയാറില്ലേ, നോമ്പിന് പകല് വലിയ റാഹത്താണ്, നോമ്പ് മുറിച്ചാൽ ആ ക്ഷീണം. പറയുന്ന കേട്ടോ ഇവർക്ക് 2 പോത്തിന് അർത്തിട്ടാരം വരികയാണ്. നോമ്പെടുത്താൽ റാഹത്ത്, നോമ്പ് മുറിച്ചാൽ ക്ഷീണം. എങ്ങനെ? അതുവരെ കാലിയായി നിന്ന വയറിലേക്ക് അമിതമായ അളവിൽ വെള്ളവും പാനീയവും ചൂടുള്ളതും തണുപ്പുള്ളതെല്ലാം ഒരേ സമയത്താണ്. എത്ര അശാസ്ത്രീയമാണ് ഈ നോമ്പ് തുറകൾ. നല്ല തണുത്ത ജ്യൂസ് കുടിക്കും, അത് കഴിഞ്ഞ ഉടനെ പലഹാരമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ചായ കുടിക്കും. മസ്ജിദുകളിലടക്കം നോമ്പ് തുറകൾ സുന്നത്തിനും ശാസ്ത്രത്തിനും എതിരാണ്. ശാസ്ത്രത്തിനെതിരാണ്. പറയുമ്പോൾ എവിടെ നോമ്പ് തുറ? പള്ളിയിലാണ് നോമ്പ് തുറ വെക്കണത്. പള്ളിയുടെ ചെരുവിലോ പള്ളിയുടെ മുറ്റത്തോ പന്തൽ കെട്ടിയാണ് നോമ്പ് തുറ സംഘടിപ്പിക്കണത്. എന്നിട്ട് സുന്നത്തും ഇല്ല, സയൻസും ഇല്ല. തടുത്ത വെള്ളവും കൊടുക്കും, ചൂടുള്ള ചായയും കൊടുക്കും. തടുത്തതിൻ്റെ കൂടെ ചൂടുള്ളത് കഴിക്കാമോ? വയറതിന് പാകമാണോ? അന്ത പള്ളിക്ക് അതൊന്നും ബാധകമല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നോമ്പെടുത്തു എന്നതിൻ്റെ പേരിൽ, ഭക്ഷണത്തിൻ്റെ പേരിൽ എന്തിനാണ് ഇത്രയും നാം പരിധി ലംഘിക്കുന്നത്? നീ ഭക്ഷിക്കണം, നീ വെള്ളം കുടിക്കണം, ഈ 2 കാര്യത്തിലും നീ അമിതം പ്രവർത്തിക്കരുത്. റമദാൻ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പാഠപുസ്തകമാണ്. ഒരു മനുഷ്യൻ ഏറ്റവും മികവുറ്റവനാകാൻ, ഏറ്റവും കഴിവുറ്റവനാകാൻ, ഏറ്റവും ശക്തനാവാൻ, ഏറ്റവും തഖ്വയുള്ളവനാകാൻ, ജീവിതത്തിൽ മുച്ചൂടും ഒരാൾക്ക് വിജയിക്കാൻ ഏറ്റവും നല്ല പാഠപുസ്തകം ഷഹ്റു റമദാൻ. റമദാൻ ഓർമ്മിക്കാൻ കാരണം സുബ്ഹിയിലെ ഭക്ഷണമാണ്. ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ട സമയം സൂര്യോദയത്തിൻ്റെ 2 മണിക്കൂർ മുമ്പുള്ള സമയമാണ്. ഇതറിയുന്നവർ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എളുപ്പമാണ്, നിങ്ങളൊക്കെ സുബഹിക്ക് എണീക്കുന്നവരാണ്. അപ്പോൾ പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് എന്താക്കുക? നല്ല നേന്ത്രപ്പഴവും ഈത്തപ്പഴം വാങ്ങി വെക്കുക. എല്ലാ വീട്ടിലും ഈത്തപ്പഴം വേണം. ഈത്തപ്പഴം ഇല്ലാത്ത വീടിൽ, കാരക്കില്ലാത്ത വീട് പട്ടിണിയിലാണെന്ന് മുഹമ്മദ് റസൂൽ. ഭക്ഷണമില്ലാത്ത വീട് എന്നാ പറഞ്ഞേ. അപ്പോൾ പറ്റുന്ന ആളുകൾ അത് വാങ്ങി വെക്കുക. ഇനി ഈത്തപ്പഴം ഇല്ലെങ്കിലും നേന്ത്രപ്പഴം എല്ലാ വീട്ടിലും വേണം. മറ്റൊന്ന് വാങ്ങില്ല, അത് കഴിക്കണം. എന്നിട്ട് പള്ളിയിലേക്ക് വരണം. എന്നാൽ സുബഹിസ്കരിച്ച് ഓതാൻ ഒരു ഉന്മേഷം ഉണ്ടാവും, ഖുർആൻ ഓതാൻ ഉന്മേഷം ഉണ്ടാകും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എൻ്റെ സഹോദരിമാർ ആ കാര്യത്തിൽ മുൻകൈയെടുക്കണം. അപ്പം ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കഴിക്കുന്ന രീതി വളരെ പ്രധാനമാണ്. സമയം വളരെ ദീർഘിച്ചതുകൊണ്ട് 11 മണിയോടടുത്തു. ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. കാരണം എനിക്കും നാളെ പകലൊന്നും ഉറങ്ങാൻ എനിക്ക് ചാൻസ് ഇല്ലാത്തതുകൊണ്ട് 4 മണിക്കൂറെങ്കിലും ഓടണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. 4-5 മണിക്കൂർ യാത്ര ചെയ്താലേ വീട്ടിലെത്തുള്ളൂ. ഞാൻ വൈകിയത് കൊണ്ടാണ്. അല്ല, എനിക്ക് കണ്ണൂരിൽ നിന്നും പോകണം 1 മണിക്കൂർ. അപ്പം ഞാൻ തൽക്കാലം പ്രസംഗം നിർത്തുകയാണ്. മനസ്സിലല്ലേ? നിങ്ങളും മഗ്‌രിബ് കഴിഞ്ഞ മുതൽ ഇരിക്കുന്നതാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് എപ്പോഴെങ്കിലും ഇനി കണ്ടുമുട്ടാൻ നമുക്ക് അള്ളാഹു അവസരം ഒരുക്കുകയാണെങ്കിൽ നമുക്ക് അന്ന് പറയാം എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. എപ്പോഴെങ്കിലും നമ്മൾ കണ്ടുമുട്ടാൻ അവസരം ഉണ്ടെങ്കിൽ നമുക്കന്ന് പറയാം. ഏതായാലും ചില കാര്യങ്ങൾ ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്, അത് വളരെ പ്രധാനമാണ്.
വളരെ പ്രധാനമാണ്. വിശുദ്ധ ഖുർആനിലെ സർവ്വരോഗത്തെയും മാറ്റാൻ കഴിയുന്ന ആയത്ത് ഏതാണെന്ന് പറയണമെന്നാണ് മൂപ്പര് പറഞ്ഞത്. അത് വളരെ പ്രധാനം തന്നെയാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആ ആയത്തിൽ 7 കാര്യങ്ങളുണ്ട്. പക്ഷെ അത് വിശദീകരിക്കാനൊന്നും കഴിയില്ല. അത് പാരായണം ചെയ്യണം. രോഗികൾ 41 തവണയാണത് പാരായണം ചെയ്യേണ്ട ഒരു ദിവസം. 41 തവണ. മനസ്സിലായില്ലേ? പ്രമേഹ രോഗമുള്ളവർ വയറിൻ്റെ മുൻവശത്തും, കിഡ്നി സംബന്ധമായ മൂത്രാശയ സംബന്ധമായ രോഗമുള്ളവർ അരക്കെട്ടിൻ്റെ മുകളിലും, അരക്കെട്ടിൻ്റെ മുകളിൽ നട്ടെല്ലിനോട് ചേർത്തിയും കൈവച്ചാണ് ആ ആയത്തോതേണ്ടത്. ഹാർട്ട് സംബന്ധമായ രോഗമുള്ളവർ വലത് കൈ ഇടത് നെഞ്ചത്ത് ചേർത്തി വെച്ചാണ് ആ ആയത്തോതേണ്ടത്. ശിരസ് സംബന്ധമായ രോഗമുള്ളവർ വലത്തെ കൈ നിസ്കാരശേഷം ഇങ്ങനെ ഈ രൂപത്തിലാണ് കൈവെക്കേണ്ടത്. അത് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞതല്ല. അതൊരു ചികിത്സാപരമായ ക്രമമാണ് ഈ കൈവെപ്പ് എന്നുള്ളത്. അത് ഖുർആനിലോ ഹദീസിലോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പാരമ്പര്യമായി ചികിത്സാപരമായി എൻ്റെ ഗുരുനാഥന്മാർ പഠിപ്പിച്ചെന്നൊരു ക്രമമാണ് കൈ ചേർത്ത് വെക്കുക എന്നുള്ളത്. മനസ്സിലാക്കണം. ഇപ്പോൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവേ നീ എനിക്ക് തരണം എന്ന് ചോദിക്കുമ്പോൾ ബാക്ക് കൈ കെട്ടിയെന്നുകൊണ്ട് കുറവൊന്നുമില്ലല്ലോ. പക്ഷെ കൈ പൊക്കി വെക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു അദബാണ്. ദുആ ചെയ്യുമ്പോൾ നെഞ്ചിൻ്റെ അവിടെ കൈയെത്തണം എന്നാണ് അതിൻ്റെ അദബ്. മടിയിലല്ല. മടിയിലിങ്ങനെ കൈവച്ച ദുആ ആണെന്ന് വിശ്വസിക്കുന്ന കുറേ ആളുണ്ട്. തെറ്റാണ്. ദുആ ചെയ്യുമ്പോൾ മടിയിലല്ല കൈവെക്കേണ്ടത്, മടിത്തട്ടിലല്ല കൈവെക്കേണ്ടത്, നെഞ്ചിൻ്റെ നേരെയാണ്, അല്ലെങ്കിൽ മുഖത്തിന് നേരെയാണ്. ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തേണ്ടത് ഒന്നുകിൽ നെഞ്ചിൻ്റെ നേരെ അല്ലെങ്കിൽ മുഖത്തിൻ്റെ നേരെ. എന്നതുപോലെ ചികിത്സാപരമായി വിശുദ്ധ ഖുർആനിലെ ഒരായത്തിന് ഉപയോഗിക്കുമ്പോൾ ആ ആയത്തിനോടുള്ള ഒരു അദബ് സൂക്ഷിക്കാൻ തൻ്റെ വലത് കൈ ഇടത് നെഞ്ചത്ത് അല്ലെങ്കിൽ 2 കൈയും പൊക്കിളിന് താഴെ നാഭിയിൽ, പ്രമേഹ രോഗിയൊക്കെ ആണെങ്കിൽ അവിടെ വെക്കേണ്ടത്. പൊക്കിളിന് താഴെ നാഭിയിൽ അമർത്തി 2 കൈയും വെക്കണം. പ്രമേഹം പോലത്തെ രോഗമുള്ളവർ. അതേസമയം കിഡ്നി സംബന്ധമായ രോഗം, കിഡ്നി ഫെയിലിയറായ ആളുകൾ, ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകൾ തൻ്റെ അരക്കെട്ടിന് മുകളിൽ നട്ടെല്ലിനോട് ചേർത്താണ് കൈവെക്കേണ്ടത്. ചുരുങ്ങിയത് 41 തവണയാണ് രോഗശാന്തി ആഗ്രഹിച്ചുകൊണ്ട് ഈ ദുആ നിർവഹിക്കേണ്ടത്. സാധാരണയിൽ ഇതൊരു ദുആ ആണ്. പല ഉസ്താദുമാരും നിസ്കാരശേഷമൊക്കെ ഇത് ദുആ ചെയ്യാറുണ്ട്. പക്ഷേ രോഗശാന്തിയുടെ വിഷയത്തിൽ, മാനസിക ശാരീരിക രോഗം ശിഫയാക്കുന്ന കാര്യത്തിൽ ഇത്രമേൽ പെർഫെക്റ്റായ, ഇത്രമേൽ സ്യൂട്ടബിളായ, ഇത്രമേൽ മനുഷ്യൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദുആ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. ആദം നബി അലൈഹിസ്സലാം തൻ്റെ ശാരീരിക വിഷമവും മാനസിക വിഷമവും തീർക്കാൻ വേണ്ടി ആദ്യമായി ദുആ ചെയ്ത ദുആ ഈ ദുആ ആണ്. ആദ്യമായി ഈ ദുആ നിർവഹിച്ചത് സയ്യിദുന അബുൽ ബഷർ ആദം അലൈഹിസ്സലാമാണ്. ആ ദുആ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ രോഗശാസ്ത്ര സംബന്ധമായ വിഷയം നിങ്ങളുടെ അറിവിൽ പെടാത്തത് കൊണ്ടാണ്. ആ ദുആ ഇങ്ങനെയാണ്: റബ്ബന. ആ വിളി ആദ്യം റബ്ബന എന്നാണ്. ഒരു രോഗി അള്ളാഹുവിനെ വിളിക്കേണ്ട എൻ്റെ റബ്ബേ എന്നാണ്. യാ അള്ളാഹ് എന്ന് വിളിക്കുന്നതിനേക്കാൾ രോഗി എപ്പോഴും അള്ളാഹുവിനെ വിളിക്കേണ്ട എൻ്റെ റബ്ബേ. അന്ത റബ്ബി വഅന അബ്ദുക യാ റബ്ബന ലക്കൽ ഹംദ്, യാ റബ്ബന ലക്കൽ ഹംദ്. ഒരു രോഗി അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ട ശൈലി ഇങ്ങനെയാണ്: യാ റബ്ബന ലക്കൽ ഹംദ് അന്ത റബ്ബി വഅന അബ്ദുക എന്നിങ്ങനെ. യാ റബ്ബന, റബ്ബന, റബ്ബി, എൻ്റെ റബ്ബേ എന്ന വിളിയാണ് രോഗി അള്ളാഹുവിനെ വിളിക്കേണ്ടത്. അതിൻ്റെയൊക്കെ വലിയ സിറുകൾ, ചികിത്സാപരമായ വലിയ സിറുകളുണ്ട്. അതൊക്കെ അറിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അള്ളാഹു എല്ലാം പഠിപ്പിച്ചു തരട്ടെ. അള്ളാഹു എല്ലാം മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ആയത്ത് ഇതാണ്: റബ്ബനാ ളലബ്നാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അത്രയും വേഗത്തിൽ നിങ്ങൾക്ക് രോഗശാന്തി കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞ രോഗം വരാതിരിക്കാനുള്ള വഴി കൂടി സ്വീകരിക്കണം. സമയമില്ലാത്തതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഏതായാലും ഈ ദുആ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അള്ളാഹു ഫലിപ്പിച്ചു തരട്ടെ. അള്ളാഹു ഈ ദുആ കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഖുർആൻ പറയുന്നു: വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ. അള്ളാഹു നിങ്ങളിലേക്ക് ഇറക്കിയ ഖുർആനിൽ നിങ്ങളുടെ രോഗത്തിൻ്റെ ശിഫയുണ്ട് എന്ന് ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ ശിഫയിലെ വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തന്നത്. അത് നമുക്കൊക്കെ ജീവിതത്തിൽ തുടരാൻ, നമ്മുടെ രോഗികൾക്ക് അതിലൂടെ ശിഫ കിട്ടാൻ, രക്ഷപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ചും SLC +2 പോലത്തെ പരീക്ഷ വരുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന ദുആ കൂടിയാണ് ഈ ദുആ. മറവിയെ, എത്ര കഠിനമായ മറവിയെയും മനുഷ്യന് മറികടക്കാൻ കഴിയുന്ന ഏറ്റവും അപാരമായ ശക്തിയുള്ള ദുആ ആണ് റബ്ബനാ ളലബ്നാ അൻഫുസനാ. അപ്പോൾ SLC പരീക്ഷ എഴുതുന്ന കുട്ടികൾ, +2 എഴുതുന്ന കുട്ടികൾ ഈ ദുആ പരമാവധി വർദ്ധിപ്പിക്കുക. അവർ സുഗന്ധം ഉപയോഗിക്കുക. എല്ലാ ദിവസവും രാവിലെ ഒരു 7 ഈത്തപ്പഴം കഴിക്കുക. അതുപോലെ നല്ല വസ്ത്രം മാത്രം ധരിക്കുക. ഹെവി ഫുഡ് ഒഴിവാക്കുക. ഉന്മേഷത്തോടെ കൂടി എപ്പോഴും വായിക്കാനിരിക്കുക.
വായിക്കാനിരിക്കുന്ന സമയത്തൊക്കെയും സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം എന്നിങ്ങനെ ദുആ ചെയ്യുക. സമയം കിട്ടുമ്പോഴൊക്കെയും യാ അലീമു യാ ഹക്കീം യാ അല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഈ വർഷത്തെ SLC, ഈ വർഷത്തെ +2 നിങ്ങൾ മികച്ച മാർക്ക് വാങ്ങി വിജയിക്കാൻ കഴിയുന്ന മിടുക്കന്മാരായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിൽ ഒരുപാട് രോഗികളുണ്ടാകും, ഒരുപാട് ശാരീരിക വിഷമുള്ളവരുണ്ടാകും. അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ, സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. വയസ്സായ ആളുകളുണ്ട്, അവർക്ക് പ്രത്യേകിച്ചും നീ ശിഫയും സലാമത്തും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിലെ പ്രയാസമനുഭവിക്കുന്ന ക്യാൻസറുള്ള രോഗികൾ, കരൾ രോഗമുള്ള രോഗികൾ, കിഡ്നി രോഗമുള്ളവർ, ഹൃദ്രോഗമുള്ളവർ, കാലിന് വിഷമുള്ളവർ, പലതരം രോഗമുള്ളവർ ഈ സദസ്സിലുണ്ട്. നിന്റെ വിശുദ്ധ ഖുർആനിലെ ആയാത്തു ഷിഫാഇൻ്റെ ബർക്കത്ത് കൊണ്ട് നീ അവർക്കൊക്കെ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് നീ ഇവർക്കൊക്കെ ശിഫ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1000ഓളം മഹത്വമുള്ള പേരുകളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം നീ ശിഫ നൽകണേ തമ്പുരാനെ. ഞങ്ങളറിയാതെ വല്ല മാരകമായ രോഗവും ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നീ ഒന്ന് ശിഫയാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ പരിപാടി സംഘടിപ്പിച്ച SYSൻ്റെ, അതുപോലെ ഇവിടുത്തെ മഹലിൻ്റെ, ഇവിടുത്തെ മറ്റ് പ്രവർത്തക എല്ലാവർക്കും ഖൈറും ബർക്കത്തും റഹ്മത്തും റാഹത്തും സലാമത്തും ഇസ്സത്തും അവിടെ പ്രവർത്തികൾ വിജയവും നീ നൽകണേ തമ്പുരാനെ. ഇതിനെ സഹായിച്ച് സഹകരിച്ച, അതുപോലെ ഇത്രയും ദീർഘമായ സമയം ഈ സദസ്സിൽ നീ പരിപാടി വിജയിപ്പിച്ച മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. മരിച്ചുപോയ മുഴുവൻ ഞങ്ങളുടെ ആളുകൾക്കും നീ മഗ്ഫിറത്തും അർഹമത്തും കൊടുക്കണേ അല്ലാഹ്. ഖബറിൽ അവർക്ക് നീ വിശാലത കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനും ഖബറിലും മഹ്ശറയിലും രക്ഷപ്പെടാനും ജന്നാത്തുൻ നഈമിൽ അല്ലാഹുവേ നിന്റെ ലിഖാഇനും നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم.